ഹായ് മക്കളെ, 3ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ മാത്സിലെ 7ാമത്തെ പാഠഭാഗമായിട്ടുള്ള ആഡ് ഓർ സബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. ഓക്കെ, നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ആഡ് ഓർ സബ്സ്ട്രാക്റ്റ് എന്താണ്? ആഡ് ചെയ്യുക, കൂട്ടണോ അതോ സബ്സ്ട്രാക്റ്റ് ചെയ്യണോ, കുറക്കണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ചിലതെന്താണ് കൂട്ടാനും കുറക്കാനുമുള്ള ഒരു പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രവർത്തനം എന്നുള്ളത്. കൗണ്ടിങ് ബേർഡ്സ് എന്താണ്? ബേർഡ്സ് മുത്തുകളിടാം എന്നാണ് പറയുന്നത്. ഒരു കുട്ടി പറയാണ് ലെറ്റ്സ് ഫിൽ ദിസ് ബൗൾ. ഈ ഒഴിഞ്ഞ പാത്രം നമുക്ക് നിറക്കാം. ലെറ്റ്സ് കൗണ്ട് ദീസ് 100 ബേർഡ്സ് ഓൺ 1 by 1. എന്ത് ചെയ്യാം? 100 ബേർഡ്സ് ആണ് ഇതിലുള്ളത്. ഇതിൽ ഓരോന്ന് വീതം എണ്ണീറ്റ് എടുക്കണേ എന്നാണ് പറയുന്നത്. ഫിനിഷ് ദ ബേർഡ് ഗെയിം. അങ്ങനെ അവസാനം എന്ത് ചെയ്ത് ഈ ഗെയിം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ലെറ്റ്സ് ഫിൽ അപ്പ് ദിസ് ടേബിൾ. അപ്പോൾ അത് അവസാനിച്ചതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ എന്താണുള്ളത്? നമ്പർ ഓഫ് ബേർഡ്സ് ഇൻ ഹാൻഡ്, നമ്പർ ഓഫ് ബേർഡ്സ് നീഡ് ടു മേക്ക് 100. അഥവാ ഒരാളുടെ കയ്യിലുള്ള ബേർഡ്സ് എത്രയാണ്, അതുപോലെ അത് 100 ആക്കാൻ വേണ്ടി ഇനി എത്ര വേണം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്നാമത്തെ നമ്പറിൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 90 അല്ലേ? 90 ആയിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അത് പിന്നീട് എന്തായിട്ട് മാറി? അത് 90 കയ്യിലുണ്ട്. ഇനി അത് 100 ആക്കണമെങ്കിൽ എത്ര ബേർഡ്സും കൂടെ അവിടെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക? നമ്മളൊന്നും ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി? 100 എന്നുള്ളതിൽ നിന്നും ഇവിടെ കയ്യിലുള്ള 90 മൈനസ് ചെയ്താൽ മതി. 100 മൈനസ് 90. ഇവിടെ എന്താണ്? 0 വരും. ഇനിയോ ഇവിടെ നോക്കൂ, ഇവിടെ 0 ആണ്. 0യിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവിടുന്ന് ബോറോ ചെയ്ത് നോക്കാൻ അവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഉള്ളത് 10 ആണ്. 10ൽ നിന്നും 9 പോയി കഴിഞ്ഞാൽ ബാക്കി 1. അപ്പോൾ എത്ര ബേർഡ്സും കൂടെ നമുക്ക് വേണം? 10 ബേർഡ്സും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് 1 നോക്കൂ. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 75 ആണ് ഹാൻഡിലുള്ളത്, കയ്യിലുള്ളത്. അപ്പോൾ ബാക്കി എത്ര വേണം എന്ന് നമ്മൾ നോക്കണം. ഇതേപോലെ തന്നെ 100 മൈനസ് 75 എന്ന് ചെയ്ത് നോക്കുക. നമുക്കറിയാം ഇവിടുന്ന് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇവിടുന്ന് ബോറോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവിടുന്ന് ബോറോ ചെയ്തു. ഇവിടെ എത്തിയത് 10 ആയി. 10 ഇങ്ങോട്ട് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. 10ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ ബാക്കി 5. 9ൽ നിന്നും 7 പോയി കഴിഞ്ഞാൽ ബാക്കി 2. അപ്പോൾ എത്രയാണ്? 25 ബേർഡ്സും കൂടെയാണ് വേണ്ടത്. ഓക്കെ, 25. ഇനി അടുത്തത് 20 ബേർഡ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ 100 ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹാൻഡിൽ എത്രയാണുള്ളത് എന്ന് നമുക്ക് അറിയില്ല അല്ലേ? അത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. 100 മൈനസ് 20. ഓക്കെ, 0. 10ൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 8. അപ്പോൾ കയ്യിലുള്ളത് എത്രയാണ്? 80 ബേർഡ്സ് ആണുള്ളത്. ഓക്കെ, 80. അടുത്തത് നോക്കൂ, 50 ബേർഡ്സ് ഹാൻഡിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ 100 ആവാൻ വേണ്ടി 50യുടെ കൂടെ എത്രയും കൂടെ കൂട്ടി നോക്കണം. നമുക്കറിയാം 15 കൂടെ കൂട്ടി നോക്കിയാലാണ് 100 ആവുക അല്ലേ? അത് നമുക്ക് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി അടുത്തത് നോക്കൂ, 99 ആണ് ഹാൻഡിലുള്ളത്. അതിൻ്റെ കൂടെ 1 ആണ് 100 ആകാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ എത്രയായിരിക്കും ഹാൻഡിലുള്ളത്? 99 ആണല്ലേ? 99ൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 100 ആകുന്നത്. ഇനി അടുത്തത് 12 ആണ് 100 ആവാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ എത്ര ഹാൻഡിലുണ്ടെന്ന് നോക്കണം. 100 മൈനസ് 12 ചെയ്യുക. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബോറോ ചെയ്യുക. ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും. 10ൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 8. 9ൽ നിന്നും 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8. അപ്പോൾ എത്രയാണ്? 88 ആണ് ഹാൻഡിലുള്ള ബേർഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ, നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 33 ബേർഡ്സ് ഹാൻഡിലുണ്ട്. അപ്പോൾ ബാക്കി എത്ര എണ്ണം കൂടെ വേണം എന്ന് നോക്കണം അല്ലേ? 100 മൈനസ് 33. മൈനസ് ചെയ്യാൻ പറ്റില്ല, ബോറോ ചെയ്യുക. 9 ആവും, ഇവിടെ 10 ആവും. 10ൽ നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 7. 9ൽ നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6. അപ്പോൾ എത്ര വേണം? ഇനി 67 കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഹൗ ഐ കാൽക്കുലേറ്റഡ്, എങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? വി ജസ്റ്റ് മൈനസ് ഫ്രം ദി 100. ഓക്കെ, 100ൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ഈ ഉത്തരം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 1 നോക്കാം. റിമൂവിങ് ബേർഡ്സ് ആണ്. അടുത്തത് എന്താണ്? ബേർഡ്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈച്ച് കിഡ് ബ്രോട്ട് 100 ബേർഡ്സ് ഫോർ ദ ഗെയിം. അപ്പോൾ ഓരോ കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട്? 100 ബേർഡ്സ് വീതം ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്.
ദ ബേഡ്സ് ബ്രോട്ട് ബൈ 10 ഓഫ് ദം വേർ പുട്ട് ഇൻ എ ബൗൾ. അപ്പോൾ 10 കുട്ടികൾ കൊണ്ടുവന്നിട്ടുള്ള ബേഡ്സ് എന്ത് ചെയ്തു, എല്ലാം കൂടെ ഒരു ബൗളിൽ ഇട്ട് കൊടുത്തു. ഹൗ മെനി ബേഡ്സ് ആർ ദർ ഇൻ ദ ബൗൾ. അപ്പോൾ ആ ബൗളിൽ എത്രയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് കൂട്ടുകാരെ നോക്കേണ്ടത്, 10 പേര് കൊണ്ടുവന്നു അല്ലേ. ഒന്നാമത്തെ ആൾ കൊണ്ടുവന്നു, രണ്ടാമത്തെ ആൾ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ, സിക്സ്ത് വൺ, സെവൻത്ത് വൺ, എയ്ത്ത് വൺ, നയൻത്ത് വൺ, 10. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 10 പേര് കൊണ്ടുവന്നു. ഇതിനെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി കൊടുക്കണം. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു ബൗളിലിട്ടത് കൊണ്ടാണ് 0 0. ഇത് 10 തവണ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 10 എന്ന് കിട്ടും. അപ്പോൾ എത്ര ബേഡ്സാണ് ബൗളിലുള്ളത്, 1000 ബേഡ്സാണ് ബൗളിലുള്ളത്. ഇനി ദ ടീച്ചർ റിമൂവ്ഡ് 1 ബേർഡ് ഫ്രം ദ ബൗൾ. അപ്പോൾ ആ ബൗളിൽ നിന്നും ടീച്ചർ എന്ത് ചെയ്തു, അതിൽ നിന്നും ഒരെണ്ണം എടുത്തു വെച്ചു. ദെൻ ഹൗ മെനി ബേർഡ്സ് ആർ ദർ ഇൻ ദ ബൗൾ നൗ. അപ്പോൾ ഇപ്പോൾ ബൗളിൽ എത്ര ഉണ്ടായിരിക്കും, ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ് നമുക്കറിയാം അല്ലേ. എത്രയാണ് ഉണ്ടായിരുന്നത്, 1000 ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരെണ്ണം ടീച്ചർ മാറ്റി. അപ്പോൾ 1000 - 1 ചെയ്താൽ മതി. ഇവിടെ എന്താണ്, ഇവിടെ ഒന്നും ബോറോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവിടുന്ന് ബോറോ ചെയ്തു, ഇങ്ങോട്ടെത്തി 10 ആയി. ഇവിടുന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്യുമ്പോൾ ഇത് 9 ആയി. ഇവിടുന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്യുമ്പോൾ ഇത് 9 ആയി. ഇത് 10 ആയിട്ട് മാറി. 10ൽ നിന്നും 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9, ഇവിടെ ഉള്ളത് 9, ഇവിടെ ഉള്ളത് 9. അപ്പോൾ എത്രയാണ്, 999 ബേർഡ്സ് ആണ് ഇപ്പോൾ കയ്യിലുള്ളത്. കയ്യിലല്ല, ബൗളിലുള്ളത്. ടീച്ചർ ഒരെണ്ണം എടുത്തത് കൊണ്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ല സോറി, 999 മാത്രമേ അതിൽ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്തത് നമുക്ക് താഴേക്ക് നോക്കാം. Next one, from these 999 birds, the teacher gave 111 to each group. അപ്പോൾ ഇപ്പോൾ ടീച്ചർ ബൗളിലുള്ളത് 999 ബേർഡ്സ് ആണല്ലേ. അതിൽ നിന്നും ടീച്ചർ എന്ത് ചെയ്തു, 111 ബേർഡ്സ് വീതം ഓരോ ഗ്രൂപ്പിനും കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണെങ്കിൽ താഴെയുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം ഉണ്ടായിരുന്നത് നമുക്കറിയാം, 999ൽ നിന്നും ഫസ്റ്റ് ഗ്രൂപ്പിന് 111 കൊടുത്തപ്പോൾ അവിടെ എന്തായിട്ട് മാറി, 888 ആയിട്ട് മാറി. ഇനി ഈ 888 നിന്നുമാണ് അടുത്ത 111 കൊടുക്കുന്നത്. അപ്പോൾ എത്ര ഉണ്ടാവും എന്ന് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ 888 മൈനസ് 111 എത്ര ഉണ്ട്, ഇവിടെ 7, ഇവിടെ 7, ഇവിടെ 7. അപ്പോൾ പിന്നെ ഉണ്ടാവുന്നത് 777 ആണ്. ഇനി ടീച്ചർ അടുത്തത് കൊടുക്കുന്നത് ഈ 777ൽ നിന്നുമാണ്. അപ്പോൾ ഇതിൽ നിന്നും ടീച്ചർ കൊടുക്കുന്നത് 111 ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6. അപ്പോൾ എത്രയായി, 666 ആയിട്ട് മാറി. അപ്പോൾ ടീച്ചർ പിന്നെ അടുത്ത ഗ്രൂപ്പിന് കൊടുക്കുന്നത് എന്തിൽ നിന്നാണ്, 666ൽ നിന്നും 111 കൊടുക്കും. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എത്രയാവും എന്നുള്ളത് അടുത്തത് നമുക്ക് നോക്കണം അല്ലേ. 5, ഇവിടെ 5, ഇവിടെ 5. അപ്പോൾ എത്രയായി, 555 എന്ന് കിട്ടി. ഇനി ഈ 555ൽ നിന്നുമാണ് അടുത്ത ടീച്ചർ കൊടുക്കുക. 111 തന്നെ കൊടുക്കും അല്ലേ. 111 തന്നെ കൊടുത്തു. ഇവിടെ 5ൽ നിന്നും 1 പോയി കഴിഞ്ഞാൽ 4, ഇവിടെ 4, ഇവിടെ 4. എത്ര കിട്ടി, 444 എന്ന് കിട്ടി. അടുത്ത ഗ്രൂപ്പിന് ടീച്ചർ കൊടുക്കേണ്ടത് 444ൽ നിന്നും 111 ആണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. 4ൽ നിന്നും 1 പോയി കഴിഞ്ഞാൽ എത്രയാണ്, 3. ഇവിടെയും 3, ഇവിടെയും 3 അല്ലേ. അപ്പോൾ 333 എന്ന് കിട്ടും. അടുത്ത ഗ്രൂപ്പിന് കൊടുക്കുന്നത് എത്രയിൽ നിന്നാണ്, 330ൽ നിന്നും 111 കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. 111 വീണ്ടും കൊടുത്തു. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ എത്രയായി, 222 ആണ് അടുത്തതായിട്ട് ടീച്ചർ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി 222ൽ നിന്നും അടുത്തത് കൊടുത്തു, 111 കൊടുത്തു. ഇനി എത്ര ഉണ്ടാവുമെന്ന് നോക്കണം അല്ലേ. അപ്പോൾ 222ൽ നിന്നും 111 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ ടീച്ചർ പിന്നെ ബാക്കി ഉണ്ടാവുക 111 ആണ് ബാക്കി ഉണ്ടാവുക. അതിൽ നിന്നും എന്ത് കൊടുക്കണം, 111 കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്നും 111 കൊടുത്തു നോക്കൂ. ഇവിടെ എന്താണ്, 1 - 1 എന്ന് പറയുന്നത് 0, ഇവിടെ 0, ഇവിടെ 0. ഇനി 0 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഹൗ മെനി ഗ്രൂപ്പ്സ് ഗോട്ട് ദ ബേർഡ്സ്, എത്ര ഗ്രൂപ്പിനാണ് ബേർഡ്സ് കിട്ടിയിട്ടുള്ളത് നോക്കൂ. 1 2 3 4 5 6 7 8 9 ഗ്രൂപ്പ്സിന് കിട്ടിയിട്ടുണ്ട് അല്ലേ. 9 ഗ്രൂപ്പ്സിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്, ആ ബേർഡ്സ് കിട്ടിയിട്ടുള്ളത്. സബ്സ്ട്രാക്ടിങ് എ നമ്പർ ഫ്രം ഇറ്റ് സെൽഫ് ഗിവ്സ് 0. ഒരു സംഖ്യയിൽ നിന്നും ഒരു നമ്പറിൽ നിന്നും അതേ നമ്പർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 0 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇവിടെ 1ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുന്നത്. ഏത് സംഖ്യയിൽ നിന്നും ആ സംഖ്യ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് പോവാം. വെൻ പ്ലേസ് ചേഞ്ചസ്, എന്താണ്? പ്ലേസ് ചേഞ്ച് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. വാട്ട്സ് എ നമ്പർ ഓൺ ദ അബാക്കസ്, ഈ അബാക്കസിലെ നമ്പർ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അബാക്കസിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഇവിടെ വൺസിൻ്റെ സ്ഥാനത്ത് നോക്കൂ, 1 2 3 ആണല്ലേ, ഇവിടെ 3 ആണുള്ളത്. ടെൻസ് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 ആണുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ എത്രയാണുള്ളത് എന്നുള്ളത്. ഓക്കെ ഇവിടെ ഉള്ളത് 3 ആണ്, ഇവിടെ ഉള്ളത് 6 ആണ്, ഇത് 1 2 3 4 ആണുള്ളത്. അപ്പോൾ ഏതാണ് സംഖ്യ എന്ന് പറയുന്നത്? 463 ആണ് അബാക്കസിലെ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ചോദിക്കുന്നുണ്ട് ടു മേക്ക് 231 വിച്ച് ബേർഡ് ഷുഡ് ബി റിമൂവ്ഡ്. നമ്മളിവിടെ 231 ആണ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ വൺസിൻ്റെ സ്ഥാനത്ത് നിന്നും എത്ര റിമൂവ് ചെയ്യണം? ഇവിടെ 1 ആണ് വേണ്ടത്, അപ്പോൾ 2 നമ്മൾ റിമൂവ് ചെയ്യണം. ഇനി ടെൻസിൻ്റെ സ്ഥാനത്തേക്ക് പോവുകയാണെന്ന് വെക്കുക. ടെൻസിൻ്റെ സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ 6 ആണ് ഓൾറെഡി ഉള്ളത്, അതിന് നമ്മൾ 3 ആക്കണമെങ്കിൽ 3 നമ്മൾ റിമൂവ് ചെയ്യണം. ഇനി 100ൻ്റെ സ്ഥാനത്തേക്ക് പോവുകയാണ്. 100ൻ്റെ സ്ഥാനത്ത് നിന്നും നമ്മൾ എത്ര റിമൂവ് ചെയ്യണം? ഇവിടെ 4 ആണുള്ളത്, 2 ആണ് ആക്കേണ്ടത്, അപ്പോൾ നമ്മൾ 2 റിമൂവ് ചെയ്യണം. അപ്പോൾ ഇത്രയും നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. പുട്ട് ദ ബേർഡ്സ് ഇൻ ദിസ് അബാക്കസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഇല്ലേ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ അബാക്കസിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ വൺസിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് 1 2 ആണ് അല്ലേ, 2 ഇട്ട് കൊടുക്കുക. ടെൻസിൻ്റെ എത്ര ഇട്ട് കൊടുക്കണം? 3 ഇട്ട് കൊടുക്കണം. 1 2 3 ഇട്ട് കൊടുക്കുക. ഇനി 100ൽ എത്ര ഇട്ട് കൊടുക്കണം? 2 ആണ് ഇട്ട് കൊടുക്കേണ്ടത്, 2 ഇട്ട് കൊടുക്കുക. ദെൻ റൈറ്റ് ദ നമ്പർ യു ഗോട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്? ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 2 അല്ലേ. അപ്പോൾ ഏതാണ്? 232 ആണ് കിട്ടിയ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബേർഡ്സ് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 233 എന്നുള്ള നമ്പർ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നമ്പേഴ്സ് ഓൺ ദ അബാക്കസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത്. ഇവിടെ വാട്ട് ഈസ് ദ നമ്പർ ഓൺ ദ അബാക്കസ്, ഈ അബാക്കസിലെ നമ്പർ എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. വൺസിൻ്റെ സ്ഥാനത്ത് നോക്കാം. 1 2 3 4 5 6 7, ഇവിടെ ഉള്ളത് 7 ആണല്ലേ. ഇനി ഇവിടെ ടെൻസിൽ നോക്കൂ, 1 2 3 4 ആണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്തത് ഹൺഡ്രഡ്സിൽ നോക്കുകയാണെങ്കിൽ 1 2 3 ആണുള്ളത്. അപ്പോൾ ഏതാണ് നമ്പർ? 347 എന്നുള്ളതാണ് നമ്പർ ആയിട്ട് വരുന്നത്. ഇഫ് വി റിമൂവ് 1 ബേർഡ്സ് ഫ്രം ദ 100th പ്ലേസ് വാട്ട് നമ്പർ ഡു വി ഗെറ്റ്? അപ്പോൾ നമ്മളിവിടെ 100ൻ്റെ പ്ലേസിൽ നിന്നും ഒരു ബേർഡ്സ് എടുത്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരെണ്ണം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ എന്തായി? 2 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ ഏതാണ് നമ്പർ എന്ന് പറയുന്നത്? 247 എന്നുള്ള നമ്പർ നമുക്ക് കിട്ടും. ഇനി നൗ റിമൂവ് 2 ബേർഡ്സ് ഫ്രം ദ 10th പ്ലേസ്. ഇനി ടെൻസിൻ്റെ പ്ലേസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 2 ബേർഡ്സ് എടുത്ത് മാറ്റണം. വിച്ച് നമ്പർ ഡു യു ഗെറ്റ്? അപ്പോൾ നമുക്ക് ആദ്യം എടുത്ത് മാറ്റാം. ഏതിൽ നിന്നാണ് എടുത്ത് മാറ്റേണ്ടത്? ടെൻസിൽ നിന്നും അല്ലേ. അപ്പോൾ ഇവിടെ 4 എടുത്ത് മാറ്റി ഇവിടെ 2 ആയിട്ട് മാറും. അപ്പോൾ നമ്പർ ഏതാണ്? 227 എന്നായിട്ട് മാറും. ഇനി സപ്പോസ് വി റിമൂവ് 4 ബേർഡ്സ് ഫ്രം ദ 1st പ്ലേസ് വാട്ട് നമ്പർ ഡു വി ഗെറ്റ്? അപ്പോൾ നമ്മൾ ഇനി അതല്ല ചെയ്യുന്നത്, വൺസിൻ്റെ പ്ലേസിൽ നിന്നും നമ്മൾ 4 ബേർഡ്സ് ആണ് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ 4 ബേർഡ്സ് എടുത്ത് മാറ്റുക എന്ന് വിചാരിക്കുക. ഇത് മാറ്റി ഇത് മാറ്റി ഇത് മാറ്റി ഇത് മാറ്റി, അപ്പോൾ ബാക്കി എത്രയാണുള്ളത്? 3 ആണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ 3 എന്നായിട്ട് മാറി. ദെൻ വാട്ട് ഇസ് എ നമ്പർ? 223 എന്നുള്ള നമ്പറാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ദെൻ ഹൗ ഡസ് ദ അബാക്കസ് ലുക്ക് നൗ? ഡ്രോ ദ ബേർഡ്സ്. ഇപ്പോൾ അബാക്കസ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയാണ്? വൺസിൻ്റെ പ്ലേസിലുള്ളത് 3 ആണല്ലേ. അപ്പോൾ ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 1 2 3 എന്ന് വരച്ചു കൊടുക്കുക. ടെൻസിലുള്ളത് 2 ആണ്, ഇവിടെ 1 2 എന്നുള്ളത് വരച്ചു കൊടുക്കുക. ഹൺഡ്രഡ്സിലുള്ളത് 2 ആണ്, 1 2 എന്നുള്ളതും വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയല്ലേ. ഇനി നമ്മൾ ലെറ്റ്സ് റൈറ്റ് ഡൗൺ വാട്ട് വി ഡിഡ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 347 ആയിരുന്നു അല്ലേ. അപ്പോൾ 300 + 40 + 7 ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി നമ്പർ ആദ്യം ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു? ഈ 100ൽ നിന്നും നമ്മൾ ഒരെണ്ണം റിമൂവ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അവിടെ എന്തായിട്ട് മാറി? 2 എണ്ണം റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നമ്മളെടുത്ത് ഒരെണ്ണമാണ് റിമൂവ് ചെയ്യാൻ പറഞ്ഞത്, അപ്പോൾ അവിടെ 200 ആണ് വരുന്നത്. എന്തോന്ന് അറിയില്ല, മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഒരെണ്ണം ചോദിക്കുന്നുണ്ട്,
take the bed from the ones place and put it in the tens place. What is the number now? എന്താ പറയുന്നത്, വൺസിൻ്റെ പ്ലേസിലുള്ള ഒരു ബെഡ്സ് എടുത്തിട്ട് 10ൻ്റെ സ്ഥാനത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്പറിനെ ഇതിനെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടെ വരും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി, ഇവിടെ 0 ആയിട്ട് മാറി. ഇവിടെ 1 2 3 4 5 ആയിട്ട് മാറി. ഈ ഒരെണ്ണം കൂടെ ഇട്ട് കൊടുത്തപ്പോൾ 5 ആയി. ഇവിടെ ഉള്ളതോ 1 2 3 ആണ്. അപ്പോൾ ഏതാണ് സംഖ്യ എന്ന് പറയുന്നത്, നമ്പർ എന്ന് പറയുന്നത് 350 എന്നുള്ളതാണ്. ഓക്കെ, 350 എന്നുള്ള നമ്പർ നമുക്ക് അവിടെ കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം, വാട്ട്സ് ലെഫ്റ്റ്. അടുത്തതായിട്ട് ഏതാണ് ലെഫ്റ്റ് ആയിട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ടീച്ചർ ഹാഡ് ടീച്ചർ ഹാഡ് 578 rupees with her. ടീച്ചറുടെ കയ്യിൽ എത്രയുണ്ട്, 578 rupees ടീച്ചറുടെ കയ്യിൽ ഉണ്ട്. ദെൻ ഷീ ബോട്ട് സം ബേർഡ് ഫ്രം ദ സ്കൂൾ സ്റ്റോർ ടു മേക്ക് എൻ അബാക്കസ്. അപ്പോൾ ടീച്ചർ അബാക്കസ് ഉണ്ടാക്കാൻ വേണ്ടി സ്കൂൾ സ്റ്റോറിൽ നിന്നും കുറച്ച് ബെഡ്സ് ഒക്കെ വാങ്ങിക്കുകയാണ്. ഷീ ഗേവ് 400 rupee നോട്ട്, 6 10 rupees നോട്ട് ആൻഡ് 5 1 rupees നോട്ട്. ഹൗ മച്ച് ഡസ് ഷീ ഹാവ് നോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, ടീച്ചർ കൊടുത്തിട്ടുള്ളത് 4 എന്തിൻ്റെ നോട്ടാണ്, 100ൻ്റെ നോട്ടും കൊടുത്തു. അതുപോലെ തന്നെ 6 എന്ത് കൊടുത്തു, 10 റുപ്പിയും കൊടുത്തു. 5 1 റുപ്പിയുമാണ് ടീച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹൗ മച്ച് ഡസ് ഷീ ഹാവ് നൗ. അപ്പോൾ ടീച്ചറുടെ കയ്യിൽ ഇപ്പം എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഏതാണെന്ന് നോക്കാം. 400 കൊടുത്തു അല്ലേ, 400 കൊടുത്തു. 6 10s കൊടുത്തു. അതുപോലെ തന്നെ 5 1s കൊടുത്തു. എത്രയാണ് നമ്പർ എന്ന് പറയുന്നത്, 5 6 4 465 ആണ് ടീച്ചർ കൊടുത്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നതാണ് ഇത്. അപ്പോൾ ആ ടീച്ചറുടെ കയ്യിൽ ഇത് എമൗണ്ട് ഷീ ഗേവ്, ടീച്ചറുടെ കയ്യിൽ എത്ര രൂപയാണുള്ളത് ഇവിടെ പറയുന്നുണ്ട് അല്ലേ, 578 rupees ആണ് ടീച്ചറുടെ കയ്യിലുള്ളത്. ടീച്ചർ കൊടുത്തിട്ടുള്ള എമൗണ്ട് എത്രയാണ്, 465 rupees ആണ്. അപ്പോൾ ബാക്കി നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ കുറച്ചാൽ മതി. ഇതിലെ വലിയ സംഖ്യയായ 578 നിന്നും 465 നമ്മൾ കുറച്ച് നോക്കാം. ഇവിടെ 8ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ 3 എന്നുള്ളത് കിട്ടും. അതുപോലെ തന്നെ 7ൽ നിന്നും 6 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. 5ൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 113 എന്നുള്ളതാണ്. 113. ഇവിടെ കുട്ടി പറയുന്നുണ്ട് 578 മൈനസ് 465 എന്ന് പറയുന്നത് എത്രയാണ്, 113 ആണല്ലേ. ആം ഐ റൈറ്റ്? ശരിയാണല്ലേ. അപ്പോൾ ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടി പറയാണ് ഇത് ശരിയാണോ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് കിട്ടി ചെറിയ എമൗണ്ട് ആയിട്ടുള്ള ഈ 465ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി, ഈ കുട്ടി പറഞ്ഞ ഉത്തരമായിട്ടുള്ള 113 കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടണം ഉത്തരമായിട്ട്, ഈ സംഖ്യ കിട്ടണം. കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കണം അല്ലേ. ഇവിടെ 8 കിട്ടും, 6ഉം 1ഉം 7 4ഉം 1ഉം 5. ആൻസർ കറക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ അത് ഒരു ട്രിക്കാണ്, നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വേണം നോക്കാം, ബൈയിങ് ആൻ അബാക്കസ്. എന്താണ് അബാക്കസ് വാങ്ങിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത്. ഇഷ ബോട്ട് ആൻ അബാക്കസ് ഫോർ 125 rupees ഫ്രം ദ സ്കൂൾ സ്റ്റോർ. അപ്പോൾ നമ്മുടെ ഇഷ 125 രൂപയ്ക്ക് സ്കൂൾ സ്റ്റോറിൽ നിന്നും എന്ത് വാങ്ങിക്കുകയാണ്, ഒരു അബാക്കസ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഷീ ഗേവ് 150 rupees. അപ്പോൾ അവൾ കൊടുത്തിട്ടുള്ളത് 150 രൂപയാണ് അല്ലേ. വിച്ച് നോട്ട്സ് ഡിഡ് ഷീ ഗേവ്. അപ്പോൾ അവൾ ഏതൊക്കെ നോട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെ ആയിരിക്കും, 150 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവൾ 100ൻ്റെ നോട്ടാണെന്ന് വിചാരിക്കുക. 100 നോട്ടാണെങ്കിൽ എത്ര കൊടുക്കും, ഒരു നോട്ട് കൊടുക്കും. അതുപോലെ തന്നെ 50യുടെ നോട്ടാണെന്ന് വിചാരിക്കുക. 50യുടെ നോട്ടാണെങ്കിൽ അതെന്ത് ചെയ്യും, അതും അവൾ ഒരെണ്ണം കൊടുക്കും. അപ്പോൾ എത്രയായി, 100ഉം 50ഉം 150 ആയിട്ട് മാറി. ദെൻ ഹൗ മച്ച് ഡിഡ് ഷീ ഗെറ്റ് ബാക്ക് ഫ്രം ദ സ്റ്റോർ. അപ്പോൾ അവൾക്ക് സ്റ്റോറിൽ നിന്നും എത്ര ബാക്കി കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആകെ അവൾ കൊടുത്ത പൈസ എന്ന് പറയുന്നത് 150 ആണ്. അവൾക്ക് അബാക്കസിനായിട്ടുള്ളത് 125 ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ മതി. 0യിൽ നിന്നും നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവിടുന്ന് ബോറോ ചെയ്യുക. ഇവിടെ 4 ആവും, ഇവിടെ 10 ആവും. 10ൽ നിന്നും 5 മൈനസ് ചെയ്താൽ 5 കിട്ടും. 4ൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. ഇവിടെ 1ൽ നിന്നും 1 മൈനസ് ചെയ്താൽ 0 ആണ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്,
25 ആണ് അവൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ് മെത്തേഡ്? എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 150 മൈനസ് 125 ആണല്ലേ. അപ്പോൾ നമുക്ക് 25 എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടി. ദെൻ ഇവിടെ ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. 125ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? 5 കൂട്ടി കൊടുക്കുക. അപ്പോൾ എത്രയായി? 130 ആണല്ലേ. ഇനി 130യുടെ കൂടെ 20യും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 150 എന്നുള്ളതിലേക്ക് എത്തി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ 20യും 5ഉം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് 25 എന്നുള്ളത് കിട്ടും. ഷി ഗേവ് 25 റുപ്പീസ് ഇൻ ടോട്ടൽ. അവൾ ടോട്ടൽ 25 റുപ്പീസാണ് അവൾക്ക് ഗെറ്റ് ബാക്ക് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി മെത്തേഡ് 2 ആണ് പറയുന്നത്. എന്ത് ചെയ്താൽ മതി? 150യിൽ നിന്നും ഒരെണ്ണം മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയായി? 149 എന്നുള്ളത് കിട്ടി. ഇനി 149ൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? 125 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 എന്നുള്ളത് കിട്ടും. ആ 24ൻ്റെ കൂടെ ഒരെണ്ണം കൂട്ടി കൊടുക്കുക. അപ്പോൾ 25 എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടും. ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് 150 മൈനസ് 125 ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? 150യിൽ നിന്നും 1 മൈനസ് ചെയ്യുക. 149 എന്ന് കിട്ടും. ഇനി 149ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? 124 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 25 എന്നുള്ളത് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി മെത്തേഡ് 4 ആണ്. ഈ നാലാമത്തെ മെത്തേഡിലാണ് നമ്മളിപ്പോൾ ചെയ്തത്. എന്ത് ചെയ്താൽ മതി? 150നെ 125 കൊണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തായിട്ട് മാറും? ഇവിടെ 0 ആയതുകൊണ്ട് നമ്മൾ ബോറോ ചെയ്യും. അപ്പോൾ ഇവിടെ 4 ആയിട്ട് മാറും. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 25 എന്നുള്ളത് ഉത്തരമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ നാലാമത്തെ മെത്തേഡിലാണ് നമ്മൾ ചെയ്തത്. എല്ലാ മെത്തേഡും ഈസിയാണ്. പക്ഷേ നമ്മൾ നോർമലി നാലാമത്തെ മെത്തേഡിലാണ് ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ മെത്തേഡിൽ നിങ്ങൾ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോയാലോ? റെഡിയാണോ? നെക്സ്റ്റ് പേജ് നമ്പർ 101 ആണ്. ലെറ്റ്സ് റിമൂവ്. അടുത്ത എന്താണ്? നമ്മൾ റിമൂവ് ചെയ്യാണ് വേണ്ടത്. ഹൗ മെനി ഹൺഡ്രഡ്സ് ആർ ദ ഹിയർ? ഇവിടെ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലേ. അതിന് ശേഷം വേണം നമ്മൾ റിമൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പിക്ചർ നല്ല കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഈ വലുത് എന്താണ്? ഹൺഡ്രഡ്സ് ആണ്. ഈ ചെറുതെന്ന് പറയുന്നത് ടെൻസ് ആണ്. ഈ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് വൺസ് ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുതണം. ഇവിടെ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 1 2 3. അപ്പോൾ എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മളവിടെ 3 എന്ന് എഴുതി കൊടുക്കുക. എത്ര വൺസ് ഉണ്ട്? ടെൻസ് ഉണ്ട്. 1 2 3. 3 ആണ് ടെൻസ് ഉള്ളത്. വൺസ് എത്ര ഉണ്ട്? ഈ സൈഡിൽ 2 ആണുള്ളത് അല്ലേ. അപ്പോൾ 2 എന്ന് എഴുതി കൊടുക്കുക. ദെൻ വാട്ട് ഇസ് ദ നമ്പർ? ഇത് ഏതാണ് നമ്പർ എന്ന് പറയുന്നത്? 332 എന്നുള്ളതാണ് നമ്പർ എന്ന് പറയുന്നത്. 332. ഇനി ലെറ്റ്സ് റിമൂവ് 212 സ്ക്വയേഴ്സ് ഫ്രം ദിസ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 212 സ്ക്വയേഴ്സ് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 332 ആണ്. അതിൽ നിന്നും 212 മൈനസ് ചെയ്ത് കൊടുക്കാം. 2 2 മൈനസ് ചെയ്താൽ 0 എന്ന് കിട്ടും. 3യിൽ നിന്നും 1 മൈനസ് ചെയ്താൽ 2 കിട്ടും. 3യിൽ നിന്നും 2 മൈനസ് ചെയ്താൽ 1 കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി വന്ന സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 120 എന്നുള്ളതാണ്. ഇതിൽ ഹൗ മെനി ഹൺഡ്രഡ്സ്? ഇതിൽ എത്ര ഹൺഡ്രഡ്സ് ആണുള്ളത്? ഒരു ഹൺഡ്രഡ്സ് ആണുള്ളത്. ഹൗ മെനി ടെൻസ്? എത്ര ടെൻസ് ഉണ്ട്? 2 ടെൻസ് ആണുള്ളത്. ഹൗ മെനി വൺസ്? എത്ര വൺസ് ഉണ്ട്? 0 ആണുള്ളത്. വാട്ട് ഇസ് ദ നമ്പർ? ഏതാണ് നമ്പർ? 120 എന്നുള്ളതാണ്. ദെൻ 332 മൈനസ് 212 എന്ന് പറയുന്നത് 120 എന്നുള്ളതാണ്. Can you subtract 116 from 338 like this? അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിങ്ങൾക്ക് ഇത് മൈനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് ചെയ്ത് കൊടുക്കാം. 338 മൈനസ് എത്രയാണ്? 160 ആണല്ലേ. 16. 8ൽ നിന്നും 6 മൈനസ് ചെയ്താൽ 2 എന്ന് കിട്ടും. 3യിൽ നിന്നും 1 മൈനസ് ചെയ്താൽ 2 ആണ്. 3യിൽ നിന്നും 1 മൈനസ് ചെയ്താൽ 2 ആണ്. അപ്പോൾ എത്രയാണ് ആൻസർ? 222 എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോയാലോ? റെഡിയാണോ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പേജ് നമ്പർ 102 ആണ്. വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത ഓരോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിച്ച് അവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് 390യും 310ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. -9 ആണ്. ഇതിൽ നിന്നും ഈ നമ്പറിൽ നിന്നും 9 മൈനസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു 310 എന്ന് പറയുന്നത്. 310ൽ നിന്നും 9 മൈനസ് ചെയ്തിട്ടുള്ളതാണ് 301 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കൂടെ -9 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 301 - 9 എന്നുള്ളതാണ് അല്ലേ.
9. ഇവിടെ 1ൽ നിന്നും 9 മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇവിടുന്ന് ബോറോ ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് ബോറോ ചെയ്തു, ഇവിടെ 2 ആയിട്ട് മാറി. ഇവിടെ എന്താണ് 10 ആയി, ഇവിടുന്ന് ഒന്നും കൂടി ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 9 ആയി, ഇവിടെ 11 ആയിട്ട് മാറി. 11ൽ നിന്നും 9 മൈനസ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? എത്ര കിട്ടും? 2 കിട്ടും അല്ലേ. അപ്പോൾ 2 എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. പിന്നെ ഇവിടെ ഉള്ളത് ഏതാണ്? 9 ആണ്, ഇവിടെ ഉള്ളത് 2 ആണ്. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് മനസ്സിലായി, 292 എന്നുള്ളതാണ് അടുത്ത നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ നമ്പർ കാണണമെങ്കിൽ ഇവിടെ വീണ്ടും -9 ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും -9 എന്നുള്ളത് ചെയ്ത് നോക്കാം. ഇവിടെ എത്ര കിട്ടും? 2ൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇവിടുന്ന് ബോറോ ചെയ്യും, ഇവിടെ 8 ആവും, ഇവിടെ 12 ആവും. 12ൽ നിന്നും 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 എന്നുള്ളത് കിട്ടും, ഇവിടെ 8 എന്നുള്ളത് വരും. അതുപോലെ തന്നെ ഇവിടെ എത്ര കിട്ടും? ഇവിടെ നമുക്ക് 2 എന്നുള്ളത് തന്നെ കിട്ടും. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 283 എന്നുള്ളതാണ് അടുത്ത ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ 9 മൈനസ് ചെയ്യണം. 283 മൈനസ് 9 ചെയ്ത് നോക്കുക. എത്രയാണ്? ഇവിടെ 3ൽ നിന്നും മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ 7 ആവും, ഇവിടെ 13 ആവും. 13ൽ നിന്നും 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 കിട്ടും. ഇവിടെയോ 7 കിട്ടും, ഇവിടെ 2 കിട്ടും. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 274 എന്നുള്ളതാണ്. 274. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വൺ ഇപ്പുറത്തെ സൈഡിലുള്ള അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെ ഉള്ളത് 700 ഉണ്ട്, 672 ഉണ്ട് അല്ലേ. അപ്പോൾ 728ൽ നിന്നും ഇത് വരണമെങ്കിൽ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ കൂടെ -28 ആണ് അല്ലേ. 28 ആണ് ഇതിൽ നിന്നും കുറച്ചിട്ടുള്ളത്. കാരണം 700 728 നമുക്കറിയാം 28 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 28 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഇതും 28 ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ. അതിനെന്ത് ചെയ്യാം? 700ൽ നിന്നും നമുക്ക് 672 നമ്മളൊന്ന് മൈനസ് ചെയ്ത് നോക്കുക. ഇവിടെ ബോറോ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടുന്ന് ബോറോ ചെയ്തു, ഇവിടെ 6 ആയി, ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. 10ൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. 9ൽ നിന്നും 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. ഇവിടെ 6ഉം 6 ആയതുകൊണ്ട് 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് -28 തന്നെയാണ്. 28 ആണ് അവിടെ കുറച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്താൽ മതി? അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 672ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 28 മൈനസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ 6 ആയി, ഇവിടെ 12 ആയി. 12ൽ നിന്നും 8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആയി. 6ൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആയി, ഇവിടെ 6 ആയി. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 644 എന്നുള്ളതാണ്. 644. ഇനി 644ൽ നിന്നും വീണ്ടും 28 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലേ. ഇവിടെ എന്താണ്? 4ൽ നിന്നും പറ്റില്ല, ഇവിടെ 3 ആയി, ഇവിടെ 14 ആയി. 14ൽ നിന്നും 8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 6 എന്നുള്ളത് കിട്ടും അല്ലേ. 6 എന്നുള്ളത് കിട്ടും. 3ൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1, ഇവിടെ 6. അപ്പോൾ എത്രയായി? 616 എന്നുള്ളതിലേക്ക് എത്തിച്ചേരും. ഇനി 616ൽ നിന്നും വീണ്ടും 28 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് 0 ആയും, ഇവിടെ 16 ആയി. 16ൽ നിന്നും 8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 80 ആണ്. ഇനി 1ൽ നിന്നും നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കടമെടുക്കണം. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി? ഇവിടെ 10 ആയിട്ട് മാറി അല്ലേ. ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ 10 ആയിട്ട് മാറി. ഇവിടെ 5 ആയിട്ട് മാറാണ് ചെയ്യുന്നത്. 10ൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 80, ഇവിടെ 5 എഴുതി കൊടുക്കുക. 588 എന്നുള്ളത് ഉത്തരമായിട്ട് കിട്ടും. ഓക്കെ, 588. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ വരുമ്പോൾ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഡിഫറൻസ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് വണ് ആഡ് ഓർ സബ്സ്ട്രാക്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ദ സ്കൂൾ സൊസൈറ്റി ഗോട്ട് 642 റുപ്പീസ് ഇൻ 2 days. എന്താണ്? സ്കൂൾ സൊസൈറ്റിയിൽ 2 ദിവസങ്ങളിലായിട്ട് 642 റുപ്പീസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ 253 റുപ്പീസ് വാസ് ഗോട്ട് ഓൺ ദ ഫസ്റ്റ് ഡേ. അവിടെ അതിൽ 253 രൂപ കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തെ ഫസ്റ്റ് ഡേയിലാണ് കിട്ടിയിട്ടുള്ളത്. ഹൗ മച്ച് ഡിഡ് ദേ ഗോട്ട് ഓൺ ദ സെക്കൻഡ് ഡേ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡേ എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ്? 642 റുപ്പീസാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് അല്ലേ. അതിൽ നിന്ന് ഫസ്റ്റ് ഡേ കിട്ടിയിട്ടുള്ള 253 നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. ഇവിടെ 2ൽ നിന്നും 3 മൈനസ് ചെയ്യാൻ പറ്റില്ല, ബോറോ ചെയ്യുക. ഇവിടെ 3 ആയി, ഇവിടെ 1 ആയി അല്ലേ. 12ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 എന്നുള്ളത് കിട്ടും അല്ലേ. ഇനി ഇവിടെ 3 ആണ്, ഇവിടെ 5 ആണ്, നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒന്ന് ബോറോ ചെയ്യണം. ഇവിടെ 13 ആയി, ഇവിടെ 5 ആണ്. 13ൽ നിന്നും 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്നുള്ളത് കിട്ടും. 5ൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 389 എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു മെത്തേഡ് പറയുന്നുണ്ട്, എന്താണെന്ന് നോക്കാം. ഇവിടെ ചെയ്തിട്ടുള്ളത്
253 എന്ന് കിട്ടുന്ന ഒന്നാമത്തെ ദിവസത്തിൽ നിന്നും അവർ അത് റൗണ്ട് ആക്കാൻ വേണ്ടി അതിൻ്റെ നിയർ ബൈ 0 നമ്പർ ആയിട്ടുള്ള 206 എന്നതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 7 ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ 260 എന്ന് പറയുന്നതിന് അടുത്ത വലിയ ബിഗ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 300 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എത്ര ആഡ് ചെയ്താലാണ് 300 ആകുന്നത്? 40 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 300 ആകുന്നത്. ഇനി 300 ആയി, പക്ഷെ നമുക്ക് കിട്ടുന്നത് 642 ആണല്ലേ. അപ്പോൾ അടുത്ത 300 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് നോക്കേണ്ടത് 600ലേക്ക് പോകാം. 600ലേക്ക് പോകണമെങ്കിൽ അവിടെ 300ഉം കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് അവിടെ ബാലൻസ് ഉള്ളത് എത്രയാണ്? 42 ആണ്. ആ 42 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 642 എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ ആഡ് ചെയ്ത നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഏതൊക്കെയാണ്? 7, 40, 342. അപ്പോൾ നമുക്ക് ഇതൊന്ന് കൂട്ടി നോക്കാം. ഫസ്റ്റ് ബിഗ് ആയിട്ടുള്ള 300 കൂട്ടുക, അതിൻ്റെ കൂടെ അടുത്ത ബിഗ് ആയിട്ടുള്ള 42 കൂട്ടുക, പിന്നെ 40 കൂട്ടുക, പിന്നെ 7 കൂട്ടി നോക്കുക. 7ഉം 2ഉം കൂടെ 9 ആയിട്ട് മാറി, 4ഉം 4ഉം 8 ആയിട്ട് മാറി. 3 എത്രയാണ്? 389 എന്നുള്ളത് തന്നെ ആൻസർ കിട്ടും, പക്ഷേ മറ്റൊരു മെത്തേഡിലാണെന്ന് മാത്രം. ഇനി അടുത്ത മെത്തേഡ് നോക്കൂ. 257ൻ്റെ കൂടെ 47 കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 300 എന്നുള്ളത് കിട്ടും അല്ലേ. ഇനി 300ൻ്റെ കൂടെ 342ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 642 എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇവിടെ കൂട്ടിയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് 47ഉം ഒന്ന് 347ഉം അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 389 എന്നുള്ളത് കിട്ടും. ഇത് മറ്റൊരു മെത്തേഡാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മെത്തേഡ് പറയേണ്ട ആവശ്യമില്ല, അത് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻസ് ചെയ്യാം. പക്ഷേ ആൻസർ എന്ത് ചെയ്താൽ മതി? കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയാൽ മതി. നെക്സ്റ്റ് വണ്ണിലേക്ക് കിടക്കാം. വാട്ട്സ് ദ പ്രൈസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ സാഷ ഹാഡ് 572 റുപ്പീസ് വിത്ത് ഹെർ. സാഷയുടെ കയ്യിൽ എന്തുണ്ട്? 572 രൂപ കയ്യിലുണ്ടായിരുന്നു. അതിൽ ആഫ്റ്റർ ബൈ സം ബേർഡ്സ് ആൻഡ് ആൻ അബാക്കസ്, അവിടെ എന്ത് ചെയ്തു? അതിൽ നിന്നും കുറച്ച് ബേർഡ്സും അതുപോലെ തന്നെ അബാക്കസും വാങ്ങിച്ചു. ഇനി ചോദിച്ചിട്ടുള്ളത് ഷീ ഹാഡ് 394 റുപ്പീസ് ലെഫ്റ്റ്. പക്ഷെ അവളുടെ കയ്യിൽ ഇനിയും എന്തുണ്ട്? 394 റുപ്പീസ് ബാക്കിയുണ്ട്. സോ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ബേർഡ്സ് ആൻഡ് അബാക്കസ്? അങ്ങനെയാണെങ്കിൽ ആ ബേർഡ്സും അബാക്കസും വാങ്ങിച്ചില്ല, അതിന് എത്ര രൂപയായിട്ടുണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം ദ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണ്? ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു 572. ദെൻ അടുത്തത് എന്താണ് മനസ്സിലായത്? ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 394 എന്നുള്ളതാണ് ബാലൻസ്. ഇത് രണ്ടും നമുക്ക് മനസ്സിലായി. വാട്ട് ഐ മസ്റ്റ് ഡു ടു കാൽക്കുലേറ്റ് ദ ആൻസർ. ഇനി ഈ ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം? ഇതിലെ വലിയ സംഖ്യ ആയിട്ടുള്ള 572ൽ നിന്നും നമ്മൾ ചെറിയ സംഖ്യയായ 394 മൈനസ് ചെയ്ത് കൊടുക്കണം. സോ മൈ മെത്തേഡ്, നമുക്കിത് നേരത്തെ നമ്മൾ പഠിച്ച മെത്തേഡ് വെച്ച് ചെയ്യാം അല്ലേ. നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിലല്ലാതെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് ചെയ്യേണ്ടത് 572ൽ നിന്നും 394 മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൽ ചെറിയ സംഖ്യയായ 394ൻ്റെ കൂടെ എത്ര കൂട്ടിയിട്ട് നമുക്ക് ഈ 572ലേക്ക് എത്താം എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കൂടെ ഒരു 6 കൂട്ടാം. അപ്പോൾ 6 കൂട്ടുമ്പോൾ എത്രയായി? 400 എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. 400. ഇനി ഈ 400ൻ്റെ കൂടെ നമ്മൾ എത്ര കൂടെ കൂട്ടിയാലാണ് നമുക്ക് 572ലേക്ക് എത്തുക? 172 കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ എത്രയായി? 572 എന്നതിലേക്ക് എത്തിച്ചേർന്നു. ഇനി നമ്മളിവിടെ കൂട്ടിയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് 6ഉം മറ്റൊന്ന് പറയുന്നത് 172ഉമാണ്. അപ്പോൾ 172 + 6 എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കണം. ഇവിടെ 8 കിട്ടി. ഇവിടെ എത്രയാണ്? 7 ആണ്. ഇവിടെ 1 ആണ്. ആൻസർ എന്ന് പറയുന്നത് 178 എന്നുള്ളതാണ്. ആൻസർ 178. ഇനി ഇതല്ലാതെ നമ്മൾ നോർമൽ ചെയ്യുന്ന മെത്തേഡിൽ വേണമെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കാം. 572 നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 572 - 394 ആണ്. ഇവിടെ 2ൽ നിന്നും മൈനസ് ചെയ്യാൻ പറ്റില്ല, ബോറോ ചെയ്യുക. ഇവിടെ 6 ആയിട്ട് മാറും, ഇവിടെ 12 ആയിട്ട് മാറും. 12ൽ നിന്നും 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. 6ൽ നിന്നും 9 മൈനസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ 16 ആയിട്ട് മാറും. 16ൽ നിന്നും 9 മൈനസ് ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും. ഇവിടെ എന്താണ്? ഇവിടെ 5 മാറി 4 ആയിട്ട് മാറും അല്ലേ. 4ൽ നിന്നും 3 മൈനസ് ചെയ്താൽ 1 എന്ന് കിട്ടും. അപ്പോൾ 178 എന്നുള്ളത് കിട്ടും. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ഏതാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യാം അല്ലേ. റെഡി അല്ലേ?
നെക്സ്റ്റ് പേജ് നോക്കാം. വാട്ട് ഇസ് ദ ഡിഫറൻസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഇവിടെ ഇഷ ആൻഡ് സുഷ ആർ പ്ലേയിങ് വിത്ത് ദെയർ അബാക്കസ്. ഇവിടെ എന്താണ്? ഇഷയും സുഷയും അവരുടെ അബാക്കസ് വെച്ചുകൊണ്ട് കളിക്കുകയാണ്. ദെൻ വാട്ട് നമ്പർ ഡിഡ് യു മേക്ക് സുഷ? അപ്പോൾ സുഷയോട് ചോദിക്കുകയാണ്, സുഷയെ നീ ഏത് നമ്പറാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ്. നമ്മൾ ചോദിക്കല്ലേ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നീ എന്താ ഉണ്ടാക്കിയത്, നീ എന്താ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കാറില്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. അപ്പോൾ ഇഷ ഉണ്ടാക്കിയ നമ്പറും അതുപോലെ തന്നെ സുഷ ഉണ്ടാക്കിയ നമ്പറും ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ ഇതാണ് ഇഷ എന്ന് പറയുന്നത്. ഇവിടെ എത്ര വൺസ് ഉണ്ടെന്ന് നോക്കൂ. 1 2 3 4 5. ഇവിടെ ഉള്ളത് 5 ആണല്ലേ. 10 നോക്കൂ. 1 2 3 4 5 6 7 8. ഇവിടെ 8 ആണുള്ളത്. ഹൺഡ്രഡ്സ് ആണെങ്കിൽ 1 2 3 4 5 6 ആണുള്ളത്. അപ്പോൾ ഇഷ ഉണ്ടാക്കിയ നമ്പർ ഏതാണെന്ന്? 685 എന്നുള്ളതാണ് ഇഷ ഉണ്ടാക്കിയ നമ്പർ. ഇനി സുഷ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് പോവാം. ഇവിടെ നോക്കൂ. 1 2 3 4 5 7. ഇവിടെ 7 ആണുള്ളത്. ടെൻസിലുള്ളത് 3 ആണുള്ളത്. അതുപോലെ തന്നെ ഹൺഡ്രഡ്സിൽ 1 2 3 4 5 6 ആണുള്ളത്. അപ്പോൾ സുഷ ഉണ്ടാക്കിയ നമ്പർ ഏതാണ്? 637 എന്നുള്ള നമ്പറാണ്. ദെൻ ഹൂ മേഡ് ദ ലാർജർ നമ്പർ? ഇതിൽ ഏറ്റവും ലാർജർ നമ്പർ ആരുണ്ടാക്കിയതാണ്? യെസ്, നമ്മുടെ ഇഷ ഉണ്ടാക്കിയതാണല്ലേ. അപ്പോൾ അവിടെ ഇഷ എന്നുള്ള പേര് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ്? ഈ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് നോക്കാം. 685 മൈനസ് 637. ഇവിടെ 5 നിന്ന് 7 മൈനസ് ചെയ്യാൻ പറ്റില്ല, ബോറോ ചെയ്യുക. ഇവിടെ 7 ആവും, ഇവിടെ 15 ആവും. 15 നിന്നും 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്നുള്ളത് കിട്ടും. 7 നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4. 6 മൈനസ് 6 എന്ന് പറയുന്നത് എത്രയാണ്? 0. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. 48 ആണ് അവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നമ്മളടുത്ത് പറയുന്നത് ഇഷ പറയാണ് മൈ നമ്പർ ഈസ് 948 എന്ന് പറയാണ്. 948. ഇവിടെ നോക്കൂ, 948 ആണോ എന്നുള്ളത്? 1 2 3 4 5 6 7 8 9. ഇവിടെ 9 എന്നുള്ളത് കിട്ടി. ഇവിടെ 1 2 3 4 എന്നുള്ളത് കിട്ടി. 1 2 3 4 5 6 7 8. അപ്പോൾ 948 ഇഷ പറയുന്നത് കറക്റ്റ് ആണല്ലേ. സോ ഐ ചേഞ്ച് ഇറ്റ് ടു 849. അപ്പോൾ അത് പറയാണ് ഞാൻ അതിൽ നിന്നും എന്ത് ചെയ്തു? 849ലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത നമ്പറായിട്ട് മാറിയിട്ടുള്ളത് 849 എന്നുള്ള നമ്പറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദ അബാക്കസ്. വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ ദ നമ്പർ ഓഫ് ബേർഡ്സ്? ഇവിടെ അബാക്കസിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ മാറ്റം വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇതെന്ന് പറയുന്നത് 948 ആണ്. ഇതിനെന്ത് ചെയ്തു? 849 ആയിട്ട് മാറ്റി. അപ്പോൾ എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? ഇവിടെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അല്ലേ. ഇവിടെ ഒരു ബെഡ്സ് എടുത്തിട്ട് ഇവിടുന്ന് ഒരു ബെഡ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ 9 ആയിട്ട് മാറിയതും ഇവിടെ 8 ആയിട്ട് മാറിയതും. അത് മാത്രമേ അവിടെ ചേഞ്ചസ് ആയിട്ട് സംഭവിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. 100ൽ നിന്നും എന്ത് ചെയ്തു? 1 ലെസ് ചെയ്തു. 10ൽ നോ ചേഞ്ച് ആണ്. 1ൽ ഒരെണ്ണം ആഡ് ചെയ്യുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അത്രയുമാണ് അവിടെ ചേഞ്ചസ് വരുത്തിയത്. പക്ഷേ നമ്പറിൽ എന്ത് വന്നു? നന്നായിട്ട് ചേഞ്ച് വരികയാണ് അവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ. സോ 100 ലെസ് ആൻഡ് 1 മോർ ടുഗെദർ മീൻസ് 99. അപ്പോൾ 100ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 99 എന്നുള്ളത് കിട്ടുമെന്നാണ് പറയുന്നത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 948 ഈസ് ചേഞ്ച്ഡ് ടു 849? എത്രയാണ് വരുന്നത്? 948 എന്നുള്ളതിൽ നിന്നും 849 ആയപ്പോൾ എന്ത് മാറ്റം വന്നു? ഇവിടെ 18 ആയിട്ട് മാറി. ഇവിടെ എന്താണ്? 3 ആയിട്ട് മാറി. 18ൽ നിന്നും 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 9 എന്നുള്ളത് കിട്ടും. ഇവിടെ നമുക്ക് 3ൽ നിന്നും 4 മൈനസ് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് 1 എടുക്കുക. 13ൽ നിന്നും 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9 എന്നുള്ളത് കിട്ടും. ഇവിടെ രണ്ടും 8 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 99 ആണ് അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 99 എന്ന് പറയുന്നത് എന്താണ്? 100ൽ നിന്നും 1 കുറച്ചതാണ്. അഥവാ നമ്മളവിടെ 100ൽ നിന്നും 100ൽ നിന്നുമാണ് എന്ത് കുറച്ചിട്ടുള്ളത്? ലെസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 1 കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 100ൽ നിന്നും 1 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 99 എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ക്യാൻ യു കാൽക്കുലേറ്റ് ദ ഡിഫറൻസസ്? ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്തായാലും 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്?
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 635 ആണ് അല്ലേ. അതിൽ നിന്നും എന്ത് ചെയ്യണം, 536 മൈനസ് ചെയ്യണം. ഇവിടെ 5ൽ നിന്നും മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്ന് ഒന്ന് ബോറോ ചെയ്തു, ഇവിടെ 2 ആയി. 15ൽ നിന്നും 6 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? എത്ര കിട്ടും? 15ൽ നിന്നും നമ്മൾ എന്താ മൈനസ് ചെയ്യുന്നത്? 6 ആണ് മൈനസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 15ൽ നിന്നും 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9 എന്നുള്ളത് കിട്ടും. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് ബോറോ ചെയ്യുക, ഇവിടെ 5 ആവും. 12ൽ നിന്നും 3 മൈനസ് ചെയ്യണം. 12 മൈനസ് 3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 99 എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 423 മൈനസ് 324 ആണ്. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 99 എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ 99, ഇതും നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കിയാൽ 99 എന്നുള്ളത് കിട്ടും. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്? ഇത് ഇവിടെ നമ്പർ നോക്കൂ, ഇവിടെ എന്തിലാണ് ചേഞ്ച് വരുന്നത്? 100ലാണ് ചേഞ്ച് വരുന്നത് അല്ലേ. അപ്പോൾ ഇഫ് യു ചേഞ്ച് 100 into 1's place you have to get the difference in 99. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും 99 തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് അബൌട്ട് ദീസ് പെയേഴ്സ്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? അടുത്ത പെയേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ് തന്നിട്ടുള്ളത്? 896ൽ നിന്നും 698 ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഇവിടെ ഡിഫറൻസ് എത്രയാണ് നമുക്ക് കണക്കാക്കണം അല്ലേ. 6ൽ നിന്നും പറ്റില്ല, 8 ഇവിടെ 8 ആയി. 16ൽ നിന്നും 8 മൈനസ് ചെയ്താൽ 8 എന്ന് കിട്ടും. ഇവിടെ 8ൽ നിന്നും പറ്റില്ല, ഇവിടെ എന്തായി? 7 ആയി. 7ൽ നിന്ന് 18ൽ നിന്നും 9 മൈനസ് ചെയ്താൽ 9 എന്നുള്ളത് കിട്ടും. 7ൽ നിന്നും 6 മൈനസ് ചെയ്താൽ 1. അപ്പോൾ ആൻസർ എത്രയാണ്? 198 എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് വേണം നോക്കൂ, 634ൽ നിന്നും 436 മൈനസ് ചെയ്യുകയാണ്. ഇവിടെ 4ൽ നിന്നും മൈനസ് ചെയ്യാൻ പറ്റില്ല, ബോറോ ചെയ്യുക. അപ്പോൾ 14 ആയി, ഇവിടെ 2 ആയി. 14ൽ നിന്നും 6 മൈനസ് ചെയ്താൽ 8 എന്ന് കിട്ടും. ഇവിടെ മൈനസ് ചെയ്യാൻ പറ്റില്ല, 5 ആയി. 12ൽ നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9 എന്നുള്ളത് കിട്ടും. ഇവിടെ 5ൽ നിന്നും 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1. അപ്പോൾ ആൻസർ എത്രയാണ്? 198 എന്നുള്ളത് കിട്ടും. ദെൻ വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? ഇവിടെ എന്താണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്? ഇവിടെ എത്രയാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്? 100ൻ്റെ പ്ലേസിൽ നിന്നും ഇവിടെ 6 ആയിരുന്നു, അത് 4 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ 100ൻ്റെ പ്ലേസിൽ നിന്നും നമ്മൾ 2 1ൻ്റെ പ്ലേസിലേക്ക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് 198 ആയിരിക്കും എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോയാലോ. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ബിഗ് നമ്പേഴ്സ് ആൻഡ് സ്മോൾ നമ്പേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ റൈറ്റ് 3 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്. എന്താണ്? 3 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ് എഴുതണം. കോൺസിക്യൂട്ടീവ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് 1 2 3 3 4 5 അല്ലെങ്കിൽ 6 7 8 അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള 3 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ് നമ്മൾ എഴുതുക. യൂസ് ഓൾ ദ 3 റൈറ്റ് ആൻഡ് ലാർജസ്റ്റ് ദ സ്മോളസ്റ്റ് നമ്പേഴ്സ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണോ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണോ എന്നുള്ളത് എഴുതിയിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? കാൽക്കുലേറ്റ് ദ ഡിഫറൻസ്. അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 1 1 2 3 എന്ന് പറയുന്ന 3 ഡിജിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 321 ആണ്. എങ്ങനെയാണ് നമ്മൾ ലാർജസ്റ്റ് നമ്പർ എഴുതുക? അതിലെ ബിഗ് നമ്പർ ഏതാണോ അതിനെ ഒരുമിച്ച് എഴുതുകയാണ് വേണ്ടത്. ഇതിലെ 1 2 3 എന്ന് പറയുന്നത് 3 ആണ് ബിഗ്, പിന്നെ അടുത്ത സ്മോൾ എന്ന് പറയുന്നത് 2 ആണ്, പിന്നെ ഏറ്റവും സ്മോൾ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആ 3 നമ്പറും കൂടെ ഒരുമിച്ചിട്ട് എഴുതുക. ഇനി ഇതിൻ്റെ സ്മോൾ നമ്പർ എഴുതുക, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. 1 ഒരുമിച്ച് 1 2 3 എന്നുള്ള രീതിയിൽ എഴുതുക. എന്നിട്ട് രണ്ടും കൂടിയുള്ള ഡിഫറൻസ് നമ്മൾ കണക്കാക്കണം. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഏതാണ്? 321 മൈനസ് 123 ആണല്ലേ. മൈനസ് കാണാം. ഇവിടെ 1ൽ നിന്നും മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ 1 ആവും. ഇവിടെ 11 ആവും. 11ൽ നിന്നും 3 മൈനസ് ചെയ്താൽ 8 എന്ന് കിട്ടും. ഇവിടെ എന്താണ്? 1ൽ നിന്നും 2 മൈനസ് ചെയ്യാൻ പറ്റില്ല, ബോറോ ചെയ്യുക. 11ൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 എന്നുള്ളത് കിട്ടും. ഇവിടെ 3 എന്നുള്ളത് പോയി 2 ആയിട്ട് മാറും. 2ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ 1 എന്നുള്ളത് കിട്ടും. അപ്പോൾ 198 എന്നുള്ളതാണ് ആദ്യം നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇനി അടുത്തതെന്ന് പറയുന്നത് 2 3 4 എന്നുള്ളതാണ്. ഇതിൻ്റെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 432 എന്നുള്ളത് വരും. 432. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 234 എന്നുള്ളത് സ്മോളസ്റ്റ് ആയിട്ടും വരും. ഇനി ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ കണക്കാക്കുക. 432 മൈനസ്
234 എന്നുള്ളതാണ്. ഇവിടെ 2ൽ നിന്നും 4 മൈനസ് ചെയ്യാൻ പറ്റില്ല, ബോറോ ചെയ്യുക, 12 ആവും. ഇവിടെ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. 12ൽ നിന്നും 4 മൈനസ് ചെയ്യുമ്പോൾ 8 കിട്ടും. ഇവിടെ 4ൽ നിന്നും പറ്റില്ല, ഇവിടെ 3 ആവും, ഇവിടെ 12 ആവും. 12ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. 3ൽ നിന്നും 2 മൈനസ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 198 എന്നുള്ളത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3 ആണ്. 3 കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് എഴുതിയിട്ടില്ല. 3 കഴിഞ്ഞ് അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 3, 4, 5 എന്നുള്ളതാണ് അല്ലേ. ബിഗ് നമ്പറായിട്ട് വരുന്നത് 543 എന്നുള്ളത് വരും. സ്മോൾ നമ്പറായിട്ട് വരുന്നത് 343 എന്നുള്ളത് വരും. 45 എന്നുള്ളത് വരും. ഓക്കെ, മിസ്റ്റേക്ക് ആണ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 198 എന്ന് തന്നെയാണ് വരിക. നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6ൻ്റെ മുന്നുള്ള നമ്പർ 5 ആണ്, 5ൻ്റെ മുന്നുള്ള നമ്പർ 4 ആണ്. അപ്പോൾ അടുത്ത നമ്പർ 4, 5, 6 എന്നുള്ളതാണ്. ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 654 എന്നുള്ളത് വരും. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 456 എന്നുള്ളത് വരും. ഡിഫറൻസ് എന്ന് പറയുന്നത് 198 തന്നെയായിരിക്കും. കാരണം ഇവിടെ നമ്മൾ നേരത്തെ കണക്കാക്കിയ പോലെ തന്നെയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ 6 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ 4 ആവുകയാണ് അല്ലേ. അപ്പോൾ അവിടെ 100ൻ്റെ സ്ഥാനത്ത് നിന്ന് 2 പോയിട്ട് ആ 2 എങ്ങോട്ടാണ് പോകുന്നത്? 1ൻ്റെ പ്ലേസിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾവേസ് 198 എന്നുള്ളതായിരിക്കും. നെക്സ്റ്റ് നമ്പർ എഴുതി കൊടുക്കാം. നമുക്ക് ഏതെഴുതാം? 6, 7, 8 എന്നുള്ളത് എഴുതി കൊടുക്കാം. ഓക്കെ, 6, 7, 8 നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എഴുതണ്ട, വേറൊരു നമ്പർ എഴുതാം. 8, 7, 10 പറ്റില്ല. അത് ഏതെഴുതാം? 7, 8, 9 എന്നുള്ളത് എഴുതാം. ഇതിലെ ബിഗ് നമ്പർ എന്ന് പറയുന്നത് 987 എന്നുള്ളതാണ്. സ്മോൾ നമ്പർ എന്ന് പറയുന്നത് 789 എന്നുള്ളതാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് 198 ആണ്. നെക്സ്റ്റ് വൺ നമുക്ക് എഴുതാം 678 എന്നുള്ളത് എഴുതാം. ബിഗ് നമ്പർ എന്ന് പറയുന്നത് 876 വരും. സ്മോൾ നമ്പർ എന്ന് പറയുന്നത് 678 എന്നുള്ളത് വരും. ഡിഫറൻസ് 198 എന്നുള്ളത് കിട്ടും. ഓക്കെ, സോ ലുക്ക് അറ്റ് ദ ഡിഫറൻസ്. ഡിഫറൻസ് എന്താണ്? ഓൾവേസ് ഈസ് 198 എന്നുള്ളതാണ്. വാട്ട് ഡു യു ഫൈൻഡ് ഔട്ട്? ഇവിടെ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്? ഇഫ് യു പുട്ട് ദ 2, ഇഫ് യു ചേഞ്ച് ദ 2 ഇൻ ടു വൺസ് പ്ലേസ്, ദ ഓൾവേസ് ഈസ് ഡിഫറൻസ് ഈസ് ദ 198 എന്നുള്ളത് നമുക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ചേഞ്ചിങ് പൊസിഷൻസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഇവിടെ എന്താണ്? പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഇസ് ദ നമ്പർ ഓൺ ദ അബാക്കസ്? ഇപ്പോൾ അബാക്കസിലെ നമ്പർ എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ എഴുതണം. ഇത് നമുക്ക് നോക്കാം. വൺസ് ഇതെന്താണ്? 1 ആണല്ലേ. ഇത് 1 ആണ്, ഇത് 10 ആണ്, ഇത് 100 ആണ്. ഇവിടെ 1, 2, 3, 4, 5. ഇവിടെ എന്താണ്? 5 ആണുള്ളത്. 10ൻ്റെ സ്ഥാനത്തുള്ളത് 2 ആണ്, 100ൻ്റെ സ്ഥാനത്തുള്ളത് 3 ആണ്. അപ്പോൾ നമ്പർ ഏതാണ്? 325 എന്നുള്ളതാണ്. ടേക്ക് 1 ബേർഡ് ഫ്രം ദ 100th പ്ലേസ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ 10th പ്ലേസ്. ഇവിടെ എന്ത് ചെയ്യണം? ഈ 100ൻ്റെ പ്ലേസിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് അത് ഈ 10ൻ്റെ പ്ലേസിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 2 ആയിട്ട് മാറും, ഇവിടെ 2 എന്നുള്ളത് 3 ആയിട്ട് മാറും. ദെൻ വാട്ട് ഈസ് ദ നമ്പർ നൗ? ഏതാണ്? 235 എന്നുള്ളതാണ് നമ്പർ. 100 ലെസ് ആൻഡ് 110 മോർ. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? 325ഉം 235ഉം തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? അവിടെ 100 കുറഞ്ഞിട്ട് അവിടെ 10 കൂടുകയാണ് ചെയ്തത് അല്ലേ. കാരണം 300 എന്നുള്ളത് 200 ആയിട്ട് മാറി, 25 എന്നുള്ളത് 35 ആയിട്ട് മാറി. അപ്പോൾ അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 110 എന്നുള്ളതിലേക്ക് മാറുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ 2 നമ്പേഴ്സ് എന്നുള്ളതാണ്. ഈ 2 നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ്? 90. അവിടെ 100ൻ്റെ സ്ഥാനത്ത് നിന്നും 10 കൂടിയല്ലേ. അപ്പോൾ അത് അവിടെ എന്താണ്? 90 ആയിട്ട് മാറി. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. 325 മൈനസ് 235. 5ഉം 5ഉം അവിടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0. 2ൽ നിന്നും 3 മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് ബോറോ ചെയ്യും, ഇവിടെ 2 ആയിട്ട് മാറും. 12ൽ നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 90. അപ്പോൾ എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? ഡിഫറൻസ് എന്ന് പറയുന്നത് 90 എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണിലേക്ക് കിടക്കാം. നമുക്ക് ട്രിപ്പാണ് അടുത്തതായിട്ട്. എന്താണ്? അവിടെ ട്രിപ്പ് എന്ന് നടക്കാൻ പോവാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Then Isha family is getting ready for a trip. ഇഷയുടെ ഫാമിലി ഒരു ട്രിപ്പ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. They went to a shop to buy bags. അവർ ഒരു ഷോപ്പിലേക്ക് പോവുകയാണ്. എന്തിന്? ബാഗ് വാങ്ങിക്കാനാണ് അവർ പോകുന്നത്. പ്രൈസ് ഓഫ് ദ ബ്ലൂ ബാഗിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? എത്രയാണ്? 695 ആണ് അല്ലേ. പ്രൈസ് ഓഫ് ദ റെഡ് ബാഗിൻ്റെ പ്രൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. എത്രയാണ്?
900 ആണ് റെഡ് ബാഗിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ഹൗ മച്ച് മോർ ഈസ് ദ പ്രൈസ് ഓഫ് ദ റെഡ് ബാഗ്? റെഡ് ബാഗിന് ബ്ലൂ ബാഗിനേക്കാൾ എത്ര രൂപ കൂടുതലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൗ ഐ കാൽക്കുലേറ്റ്, എങ്ങനെ നമ്മൾ നോർമൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം. 900ൽ നിന്നും 695 നമ്മൾ മൈനസ് ചെയ്യുക. ഇവിടെ 0യിൽ നിന്നും നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ബോറോ ചെയ്യാൻ പോയാൽ അവിടെ ഒന്നുമില്ല, ഇവിടുന്ന് ബോറോ ചെയ്യും, ഇവിടെ 8 ആവും, ഇങ്ങോട്ട് എത്തുമ്പോൾ 10 ആവും, ഇങ്ങോട്ട് എത്തുമ്പോൾ അത് എന്താവും? ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും. 10ൽ നിന്നും 5 മൈനസ് ചെയ്ത് എത്ര കിട്ടി? 5 കിട്ടും അല്ലേ? ഇവിടെ 5 കിട്ടും. ഇവിടെ 9ൽ നിന്നും 9 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 എന്നുള്ളത് കിട്ടും. 8ൽ നിന്നും 6 മൈനസ് ചെയ്യുമ്പോൾ 2 എന്നുള്ളത് കിട്ടും. അപ്പോൾ 205 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? 695ൻ്റെ കൂടെ നമ്മൾ 5 കൂട്ടും. അപ്പോൾ എത്ര കിട്ടും? 670 എന്നുള്ളത് കിട്ടും. ഇനി 670യുടെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 900 കിട്ടുന്നത്? എത്ര കിട്ടണം? അത് നമുക്ക് എന്ത് ചെയ്താൽ മതി എന്ന് ആലോചിച്ച് നോക്കൂ. 670യുടെ കൂടെ 30 കൂട്ടി കഴിഞ്ഞാൽ എത്രയായി? 700 ആയി കിട്ടി അല്ലേ? ഇനി ബാക്കി എത്ര കൂടെ കൂട്ടണം എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് 230 എന്നുള്ളത് കിട്ടും. 230 കൂട്ടിക്കഴിഞ്ഞാൽ 900 എന്നുള്ളതിലേക്ക് എത്തും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ഇവിടെ എന്താണ്? 670 അല്ല കിട്ടുന്നത്, 700 ആണല്ലേ. അപ്പോൾ 700ൻ്റെ കൂടെ നമ്മൾ എത്ര കൂട്ടണം? 200 കൂട്ടിക്കഴിഞ്ഞാൽ 900 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 200ഉം അതുപോലെ തന്നെ ഈ 5ഉം കൂടെ കൂട്ടുക, 205 എന്നുള്ളത് ആൻസർ കിട്ടും. അപ്പോൾ അത്രയുമാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു മടകര. അവരെന്താണ്? മടകരക്കാണ് യാത്ര ചെയ്യുന്നത്. They started the day, they travel in a car. അവരെന്താണ്? അവരവരുടെ യാത്ര തുടങ്ങുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? അവർ കാറിലാണ് യാത്ര പോകുന്നത് അല്ലേ. ഇഷ wrote down the last 3 digits. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ഇഷ എന്ത് ചെയ്തു? മീറ്ററിലെ ലാസ്റ്റ് 3 ഡിജിറ്റ് എഴുതി വെച്ചു. എത്രയാണ്? 568 ആണ് ഇഷ എഴുതിയിട്ടുള്ളത്. 568 ആണ് ഇഷ എഴുതി വെച്ച മീറ്റർ റീഡിങ്ങിലെ ലാസ്റ്റ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർ 19 കിലോമീറ്റേഴ്സ് ദേ സോ എ സൈൻ ബോർഡ്. അപ്പോൾ ഒരു 19 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം അവരൊന്ന് കണ്ടു, മടകരയ്ക്ക് ഇനി 147 കിലോമീറ്ററും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഇഷാസ് ഹോം ടു മടകര? അപ്പോൾ ഇഷയുടെ ഹോമിൽ നിന്നും മടകരയ്ക്ക് എത്ര ദൂരമുണ്ട്? ഇനി എത്ര ദൂരം ആണ് യാത്ര ചെയ്യാനുള്ളത്? 147 കിലോമീറ്റർ ആണ് അല്ലേ. അവരിപ്പോൾ യാത്ര ചെയ്തിട്ടുള്ളത് 19 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി അല്ലേ. ഇവിടെ എന്ത് കിട്ടും? 9ഉം 7ഉം കൂടെ കിട്ടുമ്പോൾ 617, then 4 and 5 കിട്ടും. ദെൻ 1 ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഈ 1. അപ്പോൾ എത്രയാണ്? 166 കിലോമീറ്റർ ആണ് വീട്ടിൽ നിന്നും ഉള്ളത്. നെക്സ്റ്റ് വൺ, ആഫ്റ്റർ സം ടൈം ദേ സോ അനദർ സൈൻ ബോർഡ്. അവർ കുറച്ച് ദൂരം കൂടെ പോയപ്പോൾ ഒരു സൈൻ ബോർഡും കൂടെ കണ്ടു. ഹൗ ഫാർ ഡിഡ് ദേ ട്രാവൽ? ഏതാണ്? മടകരയ്ക്ക് ഇനി 98 കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവരിപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? അവർ നേരത്തെ നോക്കിയപ്പോൾ അവിടെ നിന്നും എത്രയാണ്? 147 ആണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഇനിയുള്ളത് 98 ആണല്ലേ. അപ്പോൾ 98 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 7ൽ നിന്നും 8 മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് ക്യാരി ഫോർ ഇടുക. അപ്പോൾ 17ൽ നിന്നും 8 മൈനസ് ചെയ്യുമ്പോൾ 9 കിട്ടും. ഇവിടെ 3 ആയിട്ട് മാറും. 3ൽ നിന്നും മൈനസ് ചെയ്യാൻ പറ്റില്ല. 13ൽ നിന്നും 9 മൈനസ് ചെയ്താൽ 4. എത്രയാണ്? ഇനി 40. അവരിപ്പോൾ 49 കിലോമീറ്റർ ആണ് നേരത്തെ നോക്കിയിടത്ത് നിന്നും സഞ്ചരിച്ചിട്ടുള്ളത്. വീട്ടിൽ നിന്ന് സഞ്ചരിച്ച ദൂരമാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ കൂട്ടണം? 19 കൂടെ കൂട്ടി നോക്കണം. ഓക്കെ, then which is the last 3 digit number of the meter when they reached മടകര? അപ്പോൾ അവർ മടകരയ്ക്ക് എത്തിയപ്പോൾ അപ്പോൾ എത്രയായിരിക്കും അവരുടെ മീറ്റർ റീഡിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മീറ്റർ റീഡിംഗ് എത്രയായിരുന്നു? 568 ആയിരുന്നു അല്ലേ. ഇപ്പോൾ അവർ ദൂരം സഞ്ചരിച്ചിട്ടുള്ളത് ടോട്ടൽ എന്ന് പറയുന്നത് 166 ആണ്. അപ്പോൾ ഇപ്പോൾ എത്രയാവും എന്നുള്ളത് അറിയാൻ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. 8ഉം 6ഉം കൂടെ കൂട്ടുക. 14 ആണ്. 4 1 ക്യാരി ഫോർ ചെയ്യുക. 6ഉം 6ഉം 12 ആണ്. 12ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ 13 ആയി. 1 ക്യാരി ഫോർ ചെയ്യുക. 6ഉം 1ഉം 5ഉം 1ഉം 6 ആയി. 6ൻ്റെ കൂടെ 1ഉം കൂടെ കൂട്ടുമ്പോൾ 734 കിലോമീറ്റർ ആണ് അവർ മൊത്തം സഞ്ചരിച്ചിട്ടുള്ളത്. ഇനി വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? അവിടെ നിന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ,
ഇനി ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്നുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹൗ ഐ കാൽക്കുലേറ്ററിൽ എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, ഇതിൻ്റെ ബാക്കിയാണ്. ദേ വെന്റ് ടു എ ഹോട്ടൽ ഫോർ ലഞ്ച്. അവരെന്താണ് ഹോട്ടലിൽ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി. ഹർ മദർ പേഡ് ദ ബിൽ. അപ്പോൾ അമ്മയാണ് ഭക്ഷണത്തിൻ്റെ ബില്ലൊക്കെ കൊടുത്തത്. ഇറ്റ് വാസ് 578. അപ്പോൾ 578 റുപ്പീസാണ് അപ്പോൾ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏർലിയർ ഷീ ഹാഡ് സ്പെൻഡ് 175 റുപ്പീസ് ഓൺ ടീ ആൻഡ് സ്നാക്സ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എത്ര കൊടുത്തു, 175 രൂപയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് 968 റുപ്പീസ് വെൻ ദേ സ്റ്റാർട്ടഡ്. അവർ ആ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമ്മയുടെ കയ്യിൽ 968 രൂപ കയ്യിലുണ്ടായിരുന്നു. സോ എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഹൗ മച്ച് ഡസ് ഷീ ഹാവ് നൗ. അപ്പോൾ ഇപ്പം എത്ര രൂപ കയ്യിലുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അമ്മ കൊടുത്തിട്ടുള്ള ഫുഡ് കഴിച്ചപ്പോൾ ലഞ്ച് കഴിച്ചപ്പോൾ കൊടുത്തിട്ടുള്ള 578ഉം ചായ കുടിച്ചപ്പോൾ കൊടുത്തിട്ടുള്ള 175ഉം കൂടെ എന്ത് ചെയ്യുക, നമ്മൾ 1 ആണ് കേട്ടോ, ആഡ് ചെയ്ത് കൊടുക്കുക. 8ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 13 ആയി. 1 ക്യാരി ഫോർവേഡ് ചെയ്യുക. 7ഉം 7ഉം 14 ആണ്. 14ൻ്റെ കൂടെ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 15. 15ൽ നിന്നും 1 വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്യുക. 5ഉം 6ഉം 5ഉം 1ഉം 6 ആയി. 6ഉം 1ഉം 7 ആയി. അപ്പോൾ ആകെ ചിലവായിട്ടുള്ള അമ്മയുടെ കയ്യിൽ നിന്ന് ചിലവായ പൈസ എന്ന് പറയുന്നത് 753 ആണ് അല്ലേ. ആകെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നത് 968 ആണ്. അതിൽ നിന്നും ചിലവായിട്ടുള്ള 553 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. 8ൽ നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 5 കിട്ടും. 6ൽ നിന്നും 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 9ൽ നിന്നും 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ് അമ്മയുടെ കയ്യിലുണ്ടായിരിക്കുക, 215 ആണല്ലേ. അപ്പോൾ എങ്ങനെയാണ് കണക്കാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതി കൊടുക്കുക. ബാലൻസ് ഉള്ളത് 215 എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്തതിലേക്ക് പോയാലോ, റെഡിയാണോ? ഓക്കെ, നെക്സ്റ്റ് പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് അസസ്മെൻറ്റ് ആക്ടിവിറ്റി ആണുള്ളത്. നമുക്ക് അസസ്മെൻറ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വണ്ണ്, ടു മേക്ക് ദ നമ്പർ 101 ഹൗ മെനി ബേർഡ്സ് മസ്റ്റ് വി റിമൂവ്. ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, 101 എന്നുള്ള നമ്പർ ഉണ്ടാക്കണമെങ്കിൽ ഏതൊക്കെ റിമൂവ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉള്ളത് എത്രയാണെന്ന് നോക്കാം. 1ൻ്റെ പ്ലേസിൽ 2 ആണുള്ളത്. 10ൻ്റെ പ്ലേസിൽ 1 2 3 4 ആണുള്ളത്. ഇവിടെ 100ൻ്റെ പ്ലേസിൽ 3 ആണുള്ളത് അല്ലേ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, 101 എന്നുള്ളതിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്നും 1 റിമൂവ് ചെയ്യണം അല്ലേ, 1 റിമൂവ് ചെയ്യണം. ഇവിടെ നിന്നും 4 നമ്മൾ റിമൂവ് ചെയ്യണം. ഇവിടെ നിന്നും 2 റിമൂവ് ചെയ്യണം അല്ലേ, അത്രയും നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ 100ൻ്റെ പ്ലേസിൽ നിന്നും നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളത് എത്രയാണ്, 2 ആണ്. 10ൻ്റെ പ്ലേസിൽ നിന്നും റിമൂവ് ചെയ്തത് 4 ആണ്. 1ൻ്റെ പ്ലേസിൽ നിന്നും റിമൂവ് ചെയ്തത് 1 ആണ്. അപ്പോഴാണ് നമുക്ക് 101 എന്നുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി ഡ്രോ ആൻ അബാക്കസ് ഷോയിങ് 101. അപ്പോൾ ഈ അബാക്കസ് നമ്മൾ എന്ത് ചെയ്യണം, വരച്ച് കാണിക്കണം. 1 2 3 എന്ത് ചെയ്യുക, ഇവിടെ 1 ആണ്, ഇത് 10 ആണ്, ഇത് 100 ആണ്. 1ൻ്റെ പ്ലേസിലുള്ളത് എത്രയാണ്, 1 ആണ് ഉണ്ടായിരിക്കുക. 10ൻ്റെ പ്ലേസിലോ, 10ൻ്റെ പ്ലേസിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ, ഇല്ല, 0 ആണ്. 100ൻ്റെ പ്ലേസിലും ഒരെണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് 101ൻ്റെ അബാക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബീഹൈവ്സിനാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ബീഹൈവ്സ്. ക്യാൻ യു ഹെൽപ്പ് ദ ക്യൂൻ ബി ടു ഫൈൻഡ് ഹെർ ലീവ്. ഹൈവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു ഫൈൻഡ് ദ ഹൈവ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ ഹൈവ് കണ്ടുപിടിച്ച് കൊടുക്കണം, കൂട് കണ്ടുപിടിച്ച് കൊടുക്കണം. സബ്സ്ട്രാക്ട് ഈച്ച് നമ്പർ 1 ഓഫ് ദ ബി ഫ്രം ദ ഈച്ച് നമ്പർ ഓൺ ദ ഫ്ലവർ. ഇവിടെ എന്ത് ചെയ്യണം, ഈ ഒരു ബിയുടെ മേലുള്ള നമ്പറിൽ നിന്നും ഈ ഫ്ലവറിലെ ഓരോ നമ്പറും നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക, സബ്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ദ ആൻസേഴ്സ് ഓൺ ദ ഹൈവ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. എന്നിട്ട് അതിൽ നിന്നും സ്മോളസ്റ്റിൽ നിന്നും ലാർജസ്റ്റിലേക്ക് ഒരു ഹൈവിൽ എഴുതി കൊടുക്കുക. ഫൈൻഡ് ദ ഹൈവ് ആൻഡ് കളർ ഇറ്റ്. അതിനുശേഷം ഏതാണ് ശരിയായിട്ടുള്ള ഹൈവ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കുക. ക്യൂൻ ബീസ് ഹൈവ്. അപ്പോൾ റാണിയുടെ തേനീച്ച കൂടി എന്ന് പറയുന്നത് സം ഓഫ് ദ ഡിജിറ്റ് ഇസ് 10 ആയിരിക്കണം അതിൻ്റെ ടോട്ടൽ ഡിജിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1 ഡിജിറ്റ് റിപ്പീറ്റഡ്, ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതും ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് ആൻസേഴ്സ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം, ഇത് ഓരോന്നും നമുക്ക് മൈനസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ആദ്യം ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് ചെയ്യാം. ഏതാണ്, 568ൽ നിന്നും ഹൈവിൻ്റെ നമ്പർ ആയിട്ടുള്ള 243 മൈനസ് ചെയ്ത് കൊടുക്കുക. മൈനസ് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടും എന്നുള്ളത് നോക്കാം. 8ൽ നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. 6ൽ നിന്നും 4 മൈനസ് ചെയ്താൽ 2 കിട്ടും. 5ൽ നിന്നും 2 മൈനസ് ചെയ്താൽ 3 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏത് കൊടുക്കാം, 568ൽ നിന്നും നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള
324 മൈനസ് ചെയ്ത് കൊടുക്കുക. 8ൽ നിന്നും 4 മൈനസ് ചെയ്താൽ 4, 6ൽ നിന്നും 2 മൈനസ് ചെയ്താൽ 4, 5ൽ നിന്നും 3 മൈനസ് ചെയ്താൽ 2. അപ്പോൾ എത്രയാണ് 244 എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് നമ്പർ നമുക്ക് ഇതെടുക്കാം. ഏതാണ് 759ൽ നിന്നും ഏത് മൈനസ് ചെയ്യാം 243 മൈനസ് ചെയ്ത് കൊടുക്കാം. 9ൽ നിന്നും 4 മൈനസ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. 5ൽ നിന്നും 4 മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും. 7ൽ നിന്നും 2 മൈനസ് ചെയ്താൽ 5 കിട്ടും. 516 എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് നമ്പർ 559ൽ നിന്നും നമുക്ക് എന്ത് മൈനസ് ചെയ്യാം 324 മൈനസ് ചെയ്ത് കൊടുക്കാം. 9ൽ നിന്നും 4 മൈനസ് ചെയ്യുക 5 കിട്ടും. 5ൽ നിന്നും 2 മൈനസ് ചെയ്താൽ 3 കിട്ടും. 7ൽ നിന്നും 3 മൈനസ് ചെയ്താൽ 4 കിട്ടും. 435 എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് നമ്പർ നമുക്ക് ഏതെടുക്കാം 695 എടുക്കാം. അതിൽ നിന്നും 243 മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വരച്ചത് അവിടെ ആയിപ്പോയി. 5ൽ നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. 9ൽ നിന്നും 4 മൈനസ് ചെയ്താൽ 5 കിട്ടും. 6ൽ നിന്നും 2 മൈനസ് ചെയ്താൽ എത്ര കിട്ടും 4 കിട്ടും. ഓക്കെ, അപ്പോൾ 452 എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് വണ്ണായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 695ൽ നിന്നും എന്ത് മൈനസ് ചെയ്ത് കൊടുക്കാം 324 മൈനസ് ചെയ്ത് കൊടുക്കാം. 5ൽ നിന്നും 4 മൈനസ് ചെയ്താൽ 1, 9ൽ നിന്നും 2 മൈനസ് ചെയ്താൽ 7, 6ൽ നിന്നും 3 മൈനസ് ചെയ്താൽ 3. ഓക്കെ, 371 എന്നുള്ളത് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓരോ നമ്പറും നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് എഴുതുക, ഈ ആൻസർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൻസേഴ്സ് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, ഓരോ ഹൈവിൻ്റെ പുറത്തും നമ്മൾ എഴുതുകയാണ് വേണ്ടത്. ആദ്യത്തേത് നമുക്ക് എന്ത് എഴുതാം, ഇവിടെ എഴുതി കൊടുക്കാം 516 എന്നുള്ളത് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ 452 എന്നുള്ളത് എഴുതി കൊടുക്കാം. 435 എന്നുള്ളത് എഴുതി കൊടുക്കുക. 371 എന്നുള്ളത് എഴുതി കൊടുക്കുക. 325 അതുപോലെ തന്നെ 244 എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ഈ ഒരു റാണി തേനീച്ചയുടെ കൂട് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഡിജിറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 10 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 6ഉം 1ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി 7 ആയി. 7ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടുമോ, ഇല്ല. അപ്പോൾ ഇതല്ല നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, 5ഉം 7ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 ആയി. 7ഉം 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 11 ആയി. അപ്പോൾ അതുമല്ല. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 5ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 ആയി. 8ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 12 ആയി. അപ്പോൾ അതുമല്ല റാണിയുടെ കൂട്. അടുത്തത് നോക്കൂ, 7ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായി 8 ആയി. 8ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 11 ആയി. അപ്പോൾ അതുമല്ല. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 2ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 ആയി. 7ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആയി. അപ്പോൾ അത് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് 1 4ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 ആയി. 8ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആയി. അപ്പോൾ ഇതിൽ രണ്ടിലെ ഏതോ ഒരെണ്ണമാണ്. പക്ഷെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 325 എന്ന് പറയുന്നത് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ, ഇല്ല. ഇവിടെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റാണി തേനീച്ചയുടെ കൂട് എന്ന് പറയുന്നത്. ഓക്കെ, 244 എന്നുള്ള ഈ ഒരു കൂടാണ് റാണി തേനീച്ചയുടേത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. നെക്സ്റ്റ് 1 തേർഡ് 1 ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇവിടെ ആഡ് ടു സബ്സ്ട്രാക്റ്റ് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ ഇങ്ങനെ നോക്കുമ്പോൾ 900 കിട്ടണം, ഇങ്ങനെ നോക്കുമ്പോഴും 900 കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 നമ്പേഴ്സ് മിസ്സിംഗ് ആണ് അല്ലേ. ഈ 500ഉം 300ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്, 800 എന്നുള്ളത് ആൻസർ കിട്ടും. ടോട്ടൽ നമുക്ക് വരേണ്ടത് ഏതാണ് 900 ആണ്. അപ്പോൾ 900ൽ നിന്നും 800 മൈനസ് ചെയ്യുക, എത്ര കിട്ടും 100 എന്നുള്ളത് കിട്ടും. അത് എഴുതി കൊടുക്കേണ്ടത് ഇവിടെയാണ്. നെക്സ്റ്റ് 1 എന്ത് ചെയ്യണം, 400ഉം 300ഉം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എത്ര കിട്ടും 007. അപ്പോൾ എത്രയാണ് 700 എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, 900ൽ നിന്നും 700 മൈനസ് ചെയ്താൽ മതി. 900ൽ നിന്നും 700 മൈനസ് ചെയ്യുക, എത്ര കിട്ടും 200 എന്നുള്ളത് കിട്ടും. അതാണ് ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 ഇവിടെ നോക്കാം. ഇവിടെ കിട്ടുന്നത് 750 എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടുത്തെ 2 നമ്പർ ഏതൊക്കെയാണ്, ഒന്നെന്ന് പറയുന്നത് 325ഉം മറ്റൊന്ന് 250യുമാണ്. അത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടി നോക്കണം. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി നോക്കുമ്പോൾ ഇവിടെ എന്താണ് 5 ആയി, 2ഉം 5ഉം 7 ആയി, 3ഉം 2ഉം 5 ആയി. എത്രയായി 560
75 എന്നുള്ളത് കിട്ടി അല്ലേ, 575 എന്നുള്ളത് കിട്ടി. അതിൽ നിന്നും നമ്മൾ ഏതിൽ നിന്നുമാണ് മൈനസ് ചെയ്യേണ്ടത്? 750യിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യുക? 575 മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ 4, ഇവിടെ 10. 10ൽ നിന്നും 5 മൈനസ് ചെയ്താൽ 5 കിട്ടും. 4ൽ നിന്നും 7 മൈനസ് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് ക്യാരി 4 ചെയ്യുക, 14 ആവും, ഇവിടെ 6 ആവും. 14ൽ നിന്നും 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7 എന്ന് കിട്ടും. 6ൽ നിന്നും 5 മൈനസ് ചെയ്താൽ 1. അപ്പോൾ ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 175 ആണ് അല്ലേ. ഇനി എന്ത് ചെയ്യണം? 175ഉം ഇവിടെയുള്ള 245ഉം കൂടെ കൂട്ടി നോക്കുക. 5 5 10 ആയി, 7 8 ആയി മാറി, 1 ക്യാരി 4 ചെയ്തപ്പോൾ 8ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 12 ആയി അല്ലേ, 12 ആയി. ബാക്കി 1 ആയി, 2ഉം 1ഉം 3 ആയി, 3ഉം 4 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 750യിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? 420 മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൻസർ കിട്ടും. എത്രയാണ് ആൻസർ ആയിട്ട് വരുന്നത്? നിങ്ങൾ ചെയ്ത് നോക്കൂ. യെസ്, 330 എന്നുള്ളത് ആൻസർ കിട്ടും. 330. ഇനി ഇതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കുക. എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ ഈ 2 നമ്പറാണ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. അപ്പോൾ 340ൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടി കൊടുക്കുക? 869 കൂട്ടി കൊടുക്കുക. 9ഉം 4ഉം കൂടെ എത്രയായി? 13 ആയല്ലേ. ബാക്കി 1 എന്നുള്ളത് കിട്ടും. 1 ഈ 1ൻ്റെ കൂടെ 2 ആയി, 2ഉം 6ഉം കൂടെ 8 ആയി, 8ഉം 3ഉം കൂടെ എത്രയായി? 8 + 3 എന്ന് പറയുന്നത് 11 ആയി. ഓക്കെ, സോറി, എന്തോ ഇവിടെ മിസ്റ്റേക്ക് വന്നില്ലേ? എന്താ മിസ്റ്റേക്ക് വന്നത്? നമ്മൾ 869 അല്ല കൂട്ടേണ്ടത്. ഏതാ കൂട്ടേണ്ടത്? 340ൻ്റെ കൂടെ നമ്മൾ കൂട്ടേണ്ടത് 208 ആയിരുന്നു അല്ലേ. ടീച്ചർക്ക് മിസ്റ്റേക്ക് വന്നതാണ്, അതുകൊണ്ടാണ് ആൻസർ നമ്മളവിടെ കൺഫ്യൂഷൻ ആയിപ്പോയത്. സോ ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി നോക്കുക. എത്ര കിട്ടും? 314 പ്ലസ് 208 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 12 കിട്ടും. ഇവിടെ 1 ക്യാരി 4 ചെയ്യുമ്പോൾ 2 കിട്ടും. 3ഉം 5ഉം കൂടെ 5 കിട്ടും അല്ലേ. 3ഉം 2ഉം കൂടെ 5 കിട്ടും. അപ്പോൾ എത്രയായി? 522 ആയി. ടോട്ടൽ നമുക്ക് വരേണ്ടത് എത്രയാണ്? 869 ആണല്ലേ. അപ്പോൾ അതിൽ നിന്നും 522 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം. 522ൽ നിന്ന് എന്താണ് മൈനസ് ചെയ്യേണ്ടത്? 869ൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 347 എന്നുള്ളത് കിട്ടും. അതെവിടെ എഴുതി കൊടുക്കുക? 347 എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. ഇനി നമുക്ക് ഈ 347ൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ. 128 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 347 പ്ലസ് 128 എത്രയാണ് കിട്ടുന്നത്? 475 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 869ൽ നിന്നും 475 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 869 മൈനസ് 475 എത്ര കിട്ടി? 394 എന്നുള്ളത് കിട്ടി. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഇതാണ് നോക്കേണ്ടത്. ഇവിടെ ടോട്ടൽ കിട്ടേണ്ടത് 961 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ആദ്യം ചെയ്യുക? 435ഉം അതുപോലെ തന്നെ 210ഉം കൂടെ കൂട്ടി നോക്കുക. ഇവിടെ 5 കിട്ടി, ഇവിടെ 4 കിട്ടി, ഇവിടെ 6 കിട്ടി. എത്രയാണ്? 645 ആണല്ലേ. അപ്പോൾ 961ൽ നിന്നും 645 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും നമുക്ക്? 316 എന്നുള്ളത് കിട്ടും. അപ്പോൾ ആ നമ്പറാണ് ഇവിടെ വരേണ്ടത്. ഇനി 360യുടെ കൂടെ 178 കൂട്ടി നോക്കുക. എത്രയാണ് കിട്ടുന്നത്? 316 പ്ലസ് 178 എത്ര കിട്ടും? 494 എന്നുള്ളത് കിട്ടും. ഇനി ഇതിലെ വലിയ എമൗണ്ട് ആയിട്ടുള്ള 961ൽ നിന്നും 494 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 467 എന്നുള്ളത് കിട്ടും. 467. ഓക്കെ, ഇങ്ങനെയാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത്. മൈനസ് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇതിൻ്റെ ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം. കാൽക്കുലേറ്റ് ആൻഡ് ഫിൽ ദ സെൽ എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് ഓരോന്നിൻ്റെ ആൻസേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 4 സബ്സ്ട്രാക്റ്റഡ് ഫ്രം 300. 300ൽ നിന്നും 4 സബ്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള നമ്പർ 300 മൈനസ് 4 എത്രയാണ്? ക്യാരി 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 296 എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ കിട്ടി 296 എന്നുള്ളതാണ്. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് 12 ആഡഡ് ടു 200. 200ൻ്റെ കൂടെ 12 ആഡ് ചെയ്തിട്ടുള്ള നമ്പർ എത്രയാണ്? 212 ആണല്ലേ.
തേർഡ് വൺ 136ഉം 136ഉം കൂടെ ആഡ് ചെയ്തിട്ടുള്ള നമ്പറാണ്. 6ഉം 6ഉം കൂടെ ആഡ് ചെയ്യുക, 12 ആയി, 3 3 6 ആയി, 6ഉം 1ഉം 7 ആയി, ദെൻ 2 2 1ഉം 1ഉം 2 ആയി. എത്രയായി? 272 ആയി. നെക്സ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? 264ൽ നിന്നും എന്ത് സബ്സ്ട്രാക്ട് ചെയ്യണം? 500ൽ നിന്നും ഇത് സബ്സ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 500ൽ നിന്നും 264 സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് 236 ആണ്. അപ്പോൾ ഫോർത്ത് ആൻസർ 236 എന്ന് വരും. നെക്സ്റ്റ് വണ് 100ഉം 160ഉം കൂടെ ആഡ് ചെയ്യുക, 260. സിക്സ്ത് വൺ എന്താണ്? 400ൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? 116 മൈനസ് ചെയ്യുക. ആൻസർ കിട്ടുന്നത് 284 ആണ്. 284. സെവൻത്ത് വൺ നോക്കൂ, 399ൽ നിന്നും 151 മൈനസ് ചെയ്യുക. എത്ര ആൻസർ കിട്ടും? 248 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് വണ് 8 ആഡഡ് ടു 300. 300ൻ്റെ കൂടെ 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 308. നെക്സ്റ്റ് വണ് 524ൽ നിന്നും 300 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 224 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന് താഴെ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഇതിൽ ഓരോ വരിയിലെയും 3 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നത് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ 3ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 248 ആണെന്ന് വിചാരിക്കുക. 248, 380, 224. ഇത് 3ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 248, അതിൻ്റെ കൂടെ 380 പ്ലസ് 224. ആൻസർ എന്ന് പറയുന്നത് 780 ആയിരിക്കും. ഓക്കെ, 780 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? ആൻസർ ആയിട്ട് കിട്ടും. ഇനി ഇത് എങ്ങനെ കൂട്ടി നോക്കിയാലും, ഇപ്പോൾ ഇങ്ങനെ കൂട്ടി നോക്കിയാലും ഇങ്ങനെ കൂട്ടി നോക്കിയാലും എങ്ങനെ കൂട്ടി നോക്കിയാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 780 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ആൻസറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? യെസ്, ഇറ്റ്സ് എ സെയിം ആൻസർ ആയിരിക്കും അല്ലേ. ഇനി എങ്ങനെ നിങ്ങൾ നോക്കിയാലും ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അതാണ് നിങ്ങളുടെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ പാഠഭാഗം കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 8th ചാപ്റ്റർ ആണ്. ടിക് 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 എന്ന് പറയുന്നതാണ്. ടൈമിനെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും ഈ ചാപ്റ്റർ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.